നമസ്കാരം. പറയാനുണ്ട് തൃശ്ശൂരിലേക്ക് സ്വാഗതം. കൊടകരയിലാണ്, കൊടകര ഗ്രാമപഞ്ചായത്തിലാണ്. കൊടകര ബ്ലോക്കിൽ ചാലക്കുടി താലൂക്കിൽ ചാലക്കുടി നിയമസഭാ മണ്ഡലത്തിലാണ് കൊടകര ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ദേശീയപാതയോരത്തുള്ള കൊടകര ഗ്രാമപഞ്ചായത്ത് ഏകദേശം 21 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയാണുള്ളത്. 19 വാർഡുകളാണ് പഞ്ചായത്തിലുള്ളത്. നിലവിൽ LDF ഭരിക്കുന്ന ഭരണസമിതിയിൽ 12 LDF അംഗങ്ങളും 4 BJP അംഗങ്ങളും 3 UDF അംഗങ്ങളുമാണുള്ളത്. ഏറെക്കാലം UDFിൻ്റെയും പിൽക്കാലത്ത് ഇപ്പോൾ തുടർച്ചയായി LDFിൻ്റെയും നേതൃത്വത്തിലാണ് കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം മുന്നോട്ട് പോകുന്നത്. ദേശീയപാതയോരം ആയതിനാൽ തന്നെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുള്ള പഞ്ചായത്തിൽ ഒട്ടേറെ പദ്ധതികൾ ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. നിരവധി നേട്ടങ്ങളും ഇതിനോടകം കൊടകര ഗ്രാമപഞ്ചായത്തിന് നേടാനായി. എന്തായാലും കൊടകര ഗ്രാമപഞ്ചായത്തിനെ സമഗ്രമായി തന്നെ അറിയാം ചർച്ചയിലൂടെ. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റും CPM പ്രതിനിധിയുമായ അമ്പിളി സോമൻ, ഒപ്പം തന്നെ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് പ്രതിനിധിയുമായ പ്രനില ഗിരീശൻ, ഒപ്പം തന്നെ BJP പ്രതിനിധിയും പഞ്ചായത്ത് അംഗവുമായ TV പ്രജിത്ത് എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം തന്നെ പ്രസിഡന്റിലേക്ക് പോകാം. കാരണം ഈ ഒരു 4.5 വർഷക്കാലത്തിനുള്ളിൽ പഞ്ചായത്തിന് ചെയ്തു തീർക്കാൻ പറ്റിയ, ഭരണസമിതിക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെക്കുറിച്ചും വികസന നേട്ടങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. എന്തായാലും പ്രസിഡന്റ് തന്നെ അക്കാര്യം പറയും. എങ്ങനെയാണ് പ്രസിഡന്റ് നിലവിൽ പഞ്ചായത്തിൻ്റെ ഒരു അവസ്ഥ? പഞ്ചായത്തിൻ്റെ അവസ്ഥ വളരെ മികച്ച പഞ്ചായത്തായിട്ടാണ്. ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്തുകളിൽ ഒന്നായിട്ടാണ് കൊടകര ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ നിൽക്കുന്നത്. ഞങ്ങളുടെ ഭരണസമിതി കയറുന്ന സമയത്ത് അറിയാമല്ലോ, പ്രളയം കഴിഞ്ഞ് കോവിഡിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിൽ ആണ് ഭരണസമിതി അധികാരത്തിൽ വരുന്നത്. ആ സമയത്ത് ആ 2 വർഷവും മികച്ച രീതിയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത ഗ്രാമപഞ്ചായത്താണ്. നിരവധി ആളുകളെയാണ് നമ്മൾ DCC പ്രവർത്തനത്തിലൂടെ, ഡൊമിസിലിയറി കെയർ സെൻ്ററിലൂടെ ചികിത്സിക്കുകയും ഭേദമാക്കുകയും വീടുകളിലേക്ക് സുരക്ഷിതമായി എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസം നൽകിയ 2 വർഷമായിരുന്നു അത്. കാരണം ഒരു ഭരണസമിതി വന്ന് പരസ്പരം പഞ്ചായത്ത് മെമ്പർമാരെ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ പങ്കാളികളായി എന്നുള്ളതാണ്. അപ്പം അതിലൊരു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയാണ് ഞങ്ങൾ ടീമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത്. അതുപോലെ തന്നെ മെഗാ വാക്സിൻ ക്യാമ്പുകൾ, വാക്സിനേഷൻ വളരെ ബെറ്ററായിട്ട് പല സ്ഥലങ്ങളിലും കലാപങ്ങളും വഴക്കും ഒക്കെ നടക്കുമ്പോൾ കൊടകര ഗ്രാമപഞ്ചായത്തിൽ വളരെ ശാന്തമായി മെഡിക്കൽ ടീമും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും അതുപോലെ പൊതുപ്രവർത്തകരും ഒന്നിച്ച് ഞങ്ങൾക്കത് ടീമായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 3-ാമത്തെ വർഷമാണ് ശരിയായ രീതിയിൽ ഒരു നോർമൽ സ്റ്റേജിലേക്ക് ഗ്രാമപഞ്ചായത്തുകൾ എത്തുന്നതും ഫണ്ടുകൾ വെച്ചുകൊണ്ട് പ്രവർത്തനം ഏറ്റെടുക്കാനും കഴിയുന്നത്. ആ സമയത്ത് നമുക്ക് ലഭ്യമായ ഫണ്ടുകൾ കൊണ്ട് അടിസ്ഥാന പ്രശ്നങ്ങൾ, ഇപ്പം നമ്മുടെ പഞ്ചായത്തിനകത്ത് ഭൂരഹിതരായ ഭവനരഹിതരായ ആളുകളുടെ വിഷയമാണ് നമ്മൾ ആദ്യം എടുത്തത്. അവർക്ക് വേണ്ടി ഭൂമിയും വീടുമില്ലാത്തവർക്ക് ഒരു രീതിയിലും പണം കൊടുത്ത് ഭൂമി വാങ്ങാൻ കഴിയാത്ത ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഫ്ലാറ്റ് എന്ന് പറയുന്ന ഒരു ആശയം നമ്മൾ മുന്നോട്ട് വയ്ക്കുകയും ഭരണസമിതി അത് ഐക്യകണ്ഠേന അംഗീകരിക്കുകയും അതിനുവേണ്ടി നമ്മൾ പ്രോജക്റ്റ് വയ്ക്കുകയും അതിൻ്റെ പ്രവർത്തനം ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം നമുക്കത് ഫ്ലാറ്റിന് സ്ഥലം വാങ്ങാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 34 സെൻറ്റ് സ്ഥലം നമ്മൾ ഭവനരഹിതരായ ആളുകൾക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 2 വിഭാഗത്തിൽ, ഭൂരഹിതരായ ആളുകൾ അവർക്ക് ഭൂമി വാങ്ങുന്ന പ്രോജക്റ്റ് വേറെയുമുണ്ട്, അതുപോലെ ഭവനരഹിതരായ ആളുകൾക്ക് ലൈഫ് പ്രോജക്റ്റ് വേറെയുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് PMAYയുടെ പ്രോജക്റ്റ് വീണ്ടും സർക്കാർ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാന വിഷയം തൊട്ട് ഇങ്ങോട്ട് സേവന മേഖലയിലും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ പട്ടികജാതി മേഖലയിൽ ഭിന്നശേഷിക്കാരായ ആളുകൾ, വയോജനങ്ങൾ, കുട്ടികൾ, സ്ത്രീകൾ, ഇവരുടെ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ കൊടകര ഗ്രാമപഞ്ചായത്ത് മുൻ ഭരണസമിതിയുള്ള കാലത്തും ഇപ്പോഴും അതേ രീതിയിൽ തന്നെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ ഗതാഗത സൗകര്യങ്ങൾ ഓരോ വാർഡിലും നിങ്ങൾ പോയി നോക്കിയാൽ കാണാം, മനോഹരമായ റോഡുകളാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനുള്ളത്. അപ്പോൾ ഫണ്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു രാഷ്ട്രീയ വ്യത്യാസമൊന്നും നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ 19 വാർഡിലും പുതിയ റോഡുകളും റോഡ് മെയിൻ്റെനൻസുകളും വളരെ കൃത്യമായി തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഫണ്ടുകൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ള സംരക്ഷണ പദ്ധതികൾ, കുളങ്ങൾ, തോടുകൾ നവീകരണം, ശുചീകരണം ഒക്കെ അത് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്ത നവകേരളത്തിൻ്റെ ഭാഗമായി മാലിന്യമുക്ത കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപിച്ച ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ. ജില്ലയിൽ 1-ാം സ്ഥാനം ലഭിച്ച ഗ്രാമപഞ്ചായത്താണ്. കൊടകര ബ്ലോക്കിൽ മികച്ച പഞ്ചായത്ത് ഏറ്റവും 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രാമപഞ്ചായത്താണ്. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ
പറഞ്ഞ ഒരു കാര്യം ശുചിത്വത്തിൻ്റെ കാര്യമാണ്. അത് ഞങ്ങളിപ്പോൾ ഘട്ടമായി നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കഴിഞ്ഞു എന്നല്ല എൻ്റെ അർത്ഥം. ശുചിത്വ പ്രവർത്തനങ്ങൾ ഇനിയും രണ്ടാം ഘട്ടം വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിദാരിദ്ര്യ രഹിത ഗ്രാമപഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ച ഗ്രാമപഞ്ചായത്താണ്. ഡിജി കൊടകര പ്രഖ്യാപിച്ച ഗ്രാമപഞ്ചായത്താണ്. ഏറ്റവും നന്നായി ജോബ് ഫെയർ സംഘടിപ്പിക്കുകയും 64 പേരെ നമ്മൾ ഈ കഴിഞ്ഞ ജോബ് ഫെയർ പങ്കെടുപ്പിക്കുകയും അതിൽ 8 പേർക്ക് ഇപ്പോൾ ജോലി റിക്രൂട്ട്മെൻ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ സർക്കാർ പറയുന്ന ക്യാമ്പയിനുകളും അതുപോലെ തന്നെ കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ തനതായിട്ടുള്ള പദ്ധതികളും ആവശ്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തനം നടത്തുകയാണ്. ഇതൊന്നും കൂടാതെ കൊടകരയിലെ ആളുകൾ പറയുന്ന ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ കൊടകരയിൽ പറയുന്ന ആളുകളുടെ ഇപ്പോൾ ടൗണിൽ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വലിയ റഷാണ്. ഇവിടെ പാർക്കിംഗ് ഏരിയ ഒരു വിഷയമാണ്. ഇപ്പം നമ്മുടെ കൊടകര ടൗണിൽ പാർക്കിംഗ് ഏരിയയ്ക്ക് പറ്റുന്ന ഒരു സ്ഥലം കണ്ടെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മളുടെ ഒരു പരിമിതിയായിട്ട് കാണാണ്. അങ്ങനെ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് നമുക്ക് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ 1 ഇഞ്ച് സ്ഥലം പോലും കൊടകര ടൗണിൽ പാർക്കിംഗ് ഏരിയയ്ക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. പിന്നെ നമുക്ക് എന്നും വിമർശനം കേട്ടിരുന്ന ഒരു കാര്യമാണ് കൊടകര മാർക്കറ്റ്. കൊടകര മാർക്കറ്റിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ അടുത്ത് നമ്മുടെ തദ്ദേശ വകുപ്പ് മന്ത്രി, ബഹുമാനായ തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു ഷെയറിംഗ് ഉണ്ടായിരുന്നു. കൊടകര ഗ്രാമപഞ്ചായത്തിലും വലിയ മാലിന്യ കൂമ്പാരം ഉണ്ടായിരുന്നു. അത് നമ്മൾ മാറ്റിക്കൊണ്ട് അവിടെ ഒരു താൽക്കാലികമായ ഷട്ടിൽ കോർട്ട് നിർമ്മിക്കുകയും ഹരിതകർമ്മ സേനാംഗങ്ങൾ ഷട്ടിൽ കളിക്കുകയും ചെയ്യുന്ന ഒരു ദൃശ്യമാണ് മാതൃഭൂമി മറ്റുള്ള ലോറപ്പേട്ടനടക്കമുള്ള ആളുകളൊക്കെ പത്രത്തിൽ കൊടുത്തിരുന്ന ഒരു വാർത്ത അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ കൊടകര മാർക്കറ്റിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്ന രീതിയിലേക്ക് ഇപ്പോൾ അവിടെ ഒരു ഡയപ്പർ പാഡ് സ്നഗ്ഗി ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു യൂണിറ്റ് നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. കാലങ്ങളായി മോശമായി കിടന്നിരുന്ന കൊടകര മാർക്കറ്റിൻ്റെ റോഡ് കോൺക്രീറ്റ് ചെയ്ത് അവിടേക്കുള്ള പാതകൾ മനോഹരമാക്കിയിട്ടിട്ടുണ്ട്. അവിടെ MCF പണിത് പൂർത്തീകരിക്കുന്നുണ്ട്. അപ്പോൾ അഴുക്ക് പിടിച്ച് കിടന്നിരുന്ന ഒരു സ്ഥലത്തെ മനോഹരമാക്കി തീർക്കുന്ന ഒരു പ്രവർത്തനം ഞങ്ങളത് ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ പൂർത്തീകരണ ഘട്ടത്തിലാണ്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്കൊക്കെ നിങ്ങൾ ക്ഷണിക്കാം, വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ ഒരു മാലിന്യവുമായി ബന്ധപ്പെട്ട് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പുനർനിർമ്മാണം ആരംഭിക്കുകയാണ്. ഇറച്ചി മാർക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. പിന്നീട് ഫിഷ് മാർക്കറ്റ്, ഫിഷ് വിൽക്കുന്ന ആളുകൾക്കാണ് റോഡിലിരുന്ന് വിൽക്കുന്ന ഒരു സാഹചര്യം വരുന്നത്. അവരെയും കൂടി ഇങ്ങോട്ട് അഫോർഡ് ചെയ്ത് മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ അടുത്ത പ്രോജക്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇത്ര ഒരുപാട് കാര്യങ്ങളുണ്ട് കൊടകര ഗ്രാമപഞ്ചായത്ത് ചെയ്തത്. ഇപ്പോൾ അതുപോലെ തന്നെ ഓട്ടോറിക്ഷക്കാർക്ക് ഒരു ഐഡൻറ്റിറ്റി ഇപ്പോൾ നമുക്ക് ക്രമീകരിക്കാനും നിയന്ത്രിക്കാനും കഴിയാത്ത രീതിയിൽ വാഹനങ്ങൾ ഇവിടെ ക്രമാതീതമായി വരുന്നുണ്ട്. അവർക്ക് ID കാർഡും അതുപോലെ തന്നെ സ്റ്റിക്കറും, കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റിക്കറും നൽകിക്കൊണ്ട് നമുക്ക് അവരെ ക്രമീകരിക്കാൻ, പേട്ടകൾ ക്രമീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നിരന്തരമായ ചർച്ചകൾ, പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി കൂട്ടായി എടുത്ത് തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കങ്ങനെ അവരെ നിയന്ത്രിച്ച് ഇങ്ങനെ ഒരു ഫ്രെയിമിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. പിന്നീട് അംഗനവാടികൾ, ആ മേഖലയിൽ നമുക്കിപ്പോൾ 32 അംഗനവാടികൾ സ്വന്തമായി ബിൽഡിംഗ് ഉള്ള അംഗനവാടികളാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ക്രഷ് ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. അംഗനവാടി, മോഡൽ അംഗനവാടിയോടൊപ്പം തന്നെ ഒരു ക്രഷ് ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ഇൻഡോർ സ്റ്റേഡിയം നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് പരിമിതികളുണ്ട് എങ്കിലും യുവാക്കൾക്ക് ഷട്ടിൽ കളിക്കാനും മറ്റുള്ള സൗകര്യങ്ങൾക്കായിട്ട് ഒരു ഇൻഡോർ സ്റ്റേഡിയം പണിത് പൂർത്തീകരിച്ചിട്ടുണ്ട്. നല്ല വായനശാലകൾ, 6ഓളം വായനശാലകളുള്ള ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ കേന്ദ്ര ഗ്രന്ഥശാല. ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിൽ പങ്കെടുത്ത ഒരു കേന്ദ്ര ഗ്രന്ഥശാലയാണ്. 80,000-ഓളം പുസ്തകങ്ങൾ അവിടെയുണ്ട്. സംസ്കൃത കൃതികളടക്കമുള്ള വലിയ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ശേഖരണമുള്ള ഒരു ഗ്രന്ഥശാലയാണ് നമുക്കുള്ളത്. 3ഓളം പൊതു ഹാളുകളുണ്ട്. അത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വരുമാനമാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മാലിന്യ സംസ്കരണ രംഗത്ത് മുന്നോട്ട് വന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ അപ്പോളോ ടയേഴ്സിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രവർത്തനം ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്. ഏറ്റവും മനോഹരമായി ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്ക് നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്ന് പറയുമ്പോൾ അത് ഈ ഡെഡ് ബോഡികളൊക്കെ പണ്ട് കാലത്ത് അനാഥ ശവശരീരങ്ങൾ സംസ്കരിച്ചിരുന്ന ഒരു പ്ലേസാണ്. അതിന് അപ്പോളോ ടയേഴ്സിൻ്റെ ഫണ്ടും ബയോഡൈവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ടും ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടും വിനിയോഗിച്ചുകൊണ്ട് ഒരു മിയോവാക്കി സിസ്റ്റത്തിലുള്ളൊരു ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാനുണ്ട്. എങ്കിലും ഈ കഴിഞ്ഞ 3 വർഷമാണ് നമ്മുടെ കയ്യിൽ, ഈ 2.5 വർഷമാണ് നമ്മുടെ കയ്യിൽ പദ്ധതി പ്രവർത്തനത്തിനായിട്ട് ലഭിച്ചത്.
മുൻ വർഷങ്ങളിൽ 2 വർഷവും നമ്മൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനമായിരുന്നു. എല്ലാ ഗ്രാമപഞ്ചായത്തുകൾ പോലെ തന്നെ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച പ്രവർത്തനങ്ങളും നമ്മളുടെ സ്വന്തമായിട്ടുള്ള തനത് ആവശ്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഗ്രാമപഞ്ചായത്തിൻ്റെ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ, ജില്ലാ പഞ്ചായത്തിൻ്റെ ഒക്കെ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതൊരു എന്താ പറയുക, നമ്മുടെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് നല്ല രീതിയിൽ പഞ്ചായത്തിനെ നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ വികസന പ്രവർത്തനങ്ങളിലും പങ്കാളികളാവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും നന്നായിട്ടൊരു കുടുംബശ്രീ ഹോട്ടൽ നമ്മുടെ പഞ്ചായത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ തുകയിൽ രുചികരമായ ഭക്ഷണം ലഭിക്കുന്ന സ്ഥലമാണ്. പലരും ഇതിലെ പോകുമ്പോൾ നന്നായി ഭക്ഷണം കഴിച്ചു പോകുന്ന ഒരിടം കൂടിയാണ്. അതുപോലെ മോഡൽ CDS ആയിട്ട് പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൊടകരയിലെ കുടുംബശ്രീ അംഗങ്ങൾ. പിന്നെ ILGMSൽ നമുക്ക് കൊടകര ഗ്രാമപഞ്ചായത്തിന് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ KSMARTൻ്റെ ടൈമാണ്, അതിൻ്റെ ഷിഫ്റ്റിങ്ങിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു മിടുക്കരായിട്ടുള്ള ഉദ്യോഗസ്ഥ വൃന്ദം ഗ്രാമപഞ്ചായത്തിനുണ്ട്. 4 ഹോസ്പിറ്റലുകളുണ്ട്. ഒരു വെറ്റിനറി ഹോസ്പിറ്റൽ, ഒരു FHSC, ഒരു ആയുർവേദ പഞ്ചകർമ്മ അടക്കമുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റൽ, ഒരു ഹോമിയോ ഡിസ്പെൻസറി ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഡിസ്പെൻസറിയാണ് കനകമലയിൽ സ്ഥിതി ചെയ്യുന്നത്. കൊടകരയിലെ ആളുകൾക്ക് മാത്രമല്ല, ഈ തൊട്ടു പ്രദേശത്തുള്ള എല്ലാ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പൽ ഏരിയയിലുള്ള ആളുകളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ആശുപത്രികളാണ് ആയുർവേദ ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഹോമിയോ ആശുപത്രിയും. ബാക്കിയൊക്കെ ഒരു എങ്കിലും FHSCയും അതുപോലെ മറ്റത്തൂര് അങ്ങനെ പറപ്പുകരയുള്ള ആളുകളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആശുപത്രി തന്നെ. നമ്മളുടെ FHSCക്ക് NAC ഇത് കിട്ടിയിട്ടുള്ള ദേശീയ അംഗീകാരം കിട്ടിയിട്ടുള്ള ആശുപത്രിയാണ്. ഇപ്പോൾ കായകൽപ്പം ആർദ്ര കേരള പുരസ്കാരം ലഭ്യമായിട്ടുണ്ട്. തുടർന്ന് 2 വർഷമായി നമുക്കത് പുരസ്കാരം ലഭിച്ചിട്ട്. കൊടകര ഗ്രാമപഞ്ചായത്തിന് 2021 ഗ്രാമസഭാ പുരസ്കാരം നാഷണൽ അവാർഡ് ലഭ്യമായിട്ടുണ്ട്. 10 ലക്ഷം രൂപയാണ് അതിൻ്റെ അവാർഡ് തുക. അത് കോവിഡിൻ്റെ സമയമായതുകൊണ്ട് വലിയ കൊട്ടിഘോഷങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു റൂമിലിരുന്നുകൊണ്ട് 5 പേരടങ്ങുന്ന ഒരു റൂമിലിരുന്നുകൊണ്ട് അത് സ്വീകരിക്കേണ്ടി വന്നു. അതിങ്ങനെ മൊമെൻ്റ് അയച്ചു തരികയാണ്, വലിയ ഫംഗ്ഷനായിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ 8ഓളം സ്കൂളുകൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനുണ്ട്. അതിൽ 2 LP സ്കൂളുകൾ കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ അധികാര പരിധിയിലുള്ളതാണ്. സ്കൂളിൻ്റെ മെച്ചപ്പെട്ട സ്ഥിതിവിശേഷങ്ങൾ നിങ്ങൾക്കിപ്പോൾ പോയി നോക്കിയാൽ കാണാം. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ മുമ്പത്തെ MLA ആയിരുന്ന ദേവസ്യേട്ടൻ, വിദ്യാഭ്യാസ മന്ത്രി, മുമ്പത്തെ പ്രസിഡൻ്റായിരുന്നു, അവരുടെയൊക്കെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് 2 സ്കൂളിനും ലഭ്യമായ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായ ഗാർഡനും സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററായിരുന്ന K. രാധാകൃഷ്ണനാണ് പുലിപ്പാറക്കുന്ന് LP സ്കൂൾ ഉദ്ഘാടനം ചെയ്തത്. ആ സ്കൂളിന് പ്രത്യേകതയുണ്ട്. ഒരു പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയിലുള്ളൊരു സ്കൂളാണ്. ഇപ്പോൾ അവിടെ അറ്റൻഡൻസൊക്കെ വർദ്ധിക്കാനായിട്ട് ഇടവന്നുണ്ട്. ഇപ്പോൾ ഒരു ഗാർഡൻ പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. BRC ഇടുന്നത് അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്. അതുപോലെ തന്നെ കുടിവെള്ള ലഭ്യതയുടെ കാര്യത്തിൽ നമുക്ക് ഒരുവിധം എല്ലാ പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കുടിവെള്ളം ലഭ്യമല്ലാത്ത ഇടങ്ങളിൽ കുഴൽക്കിണർ സ്ഥാപിക്കാനുള്ള പ്രോജക്റ്റുകൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് നമുക്ക് ജൽജീവ് മിഷൻ്റെ ടാങ്ക് ഒരെണ്ണം വരാൻ പോകുന്നത് നാടുകുന്ന് പ്രദേശത്താണ്. പ്രോജക്റ്റ് ആയിട്ടില്ല, ഒരെണ്ണം വല്ലപ്പാടി പ്രദേശത്താണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ലൈഫ് പദ്ധതി ഈ ഒരു വർഷത്തോടുകൂടി നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്ന ഭൂരിഭാഗം ആളുകൾക്കും വീട് കൊടുക്കുന്ന അവസ്ഥയിൽ സമ്പൂർണ്ണമായി നമുക്ക് പ്രഖ്യാപിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് നിൽക്കുന്നത്. പിന്നെ വീട് മെയിൻ്റെനൻസ് അങ്ങനെയുള്ള സ്ഥിരമായി ചെയ്യാവുന്ന എല്ലാ പ്രോജക്റ്റുകളും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാരുടെ ഒരു സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് അവർക്ക് തൊഴിൽ പരിശീലനം നൽകുന്നുണ്ട്. അപ്പോൾ അവരൊന്നും പുറത്തേക്ക് ഇറങ്ങാത്ത ആളുകളാണ് അവരൊക്കെ, പക്ഷേ ഇപ്പോൾ വളരെ സന്തോഷമായിട്ട് ഇവിടെ കൊടകരയിൽ ഇവിടെയൊക്കെ ഓടി വരുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ കാണാൻ കഴിയും. അപ്പോൾ അവർക്കൊരു പ്രതീക്ഷ നൽകാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് വരുന്ന ആളുകൾ അത് ഏറ്റെടുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ചുരുക്കി പറയാനുള്ളത്. ഇനി ഏതെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ തീർച്ചയായും. അപ്പം അതായത് മാർക്കറ്റ് മുതൽ ലൈഫ് പദ്ധതി വരെ, അതായത് ക്ലീൻ പഞ്ചായത്ത് മുതൽ ഡിജി പഞ്ചായത്ത് വരെ അങ്ങനെ പദ്ധതികൾ നീളുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ പരമാവധി പ്രയാസങ്ങളിൽ പതുങ്ങാതെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നേറുന്നു എന്നാണ് ഈ മറ്റേ മെമ്പറെ, ഇത് തന്നെയാണോ പ്രസിഡന്റ് പറയുന്നതിനപ്പുറത്തേക്ക് കൊടകര പഞ്ചായത്ത് എങ്ങനെയാണ്? പ്രസിഡന്റ് പറയുന്നത് എല്ലാം ശരിയെന്ന് പറയാനും പറ്റില്ല, എല്ലാം തെറ്റെന്നും പറയാനും പറ്റില്ല. ഇപ്പോൾ മാർക്കറ്റിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പഞ്ചായത്ത് മെമ്പറായിട്ട് ഒരു 3 ടൈം ഗ്രാമപഞ്ചായത്ത്, 1 ടൈം ബ്ലോക്ക് പഞ്ചായത്തും കഴിഞ്ഞ ആളാണ്. ഇപ്പോൾ ഈ വർഷം കൂടി ആകുമ്പോൾ 20 വർഷമാവും. അപ്പോൾ കൊടകരയിൽ ഈ ഒരു വർഷങ്ങളിൽ വന്ന ഇതിൽ മാർക്കറ്റ് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. ഇപ്പോഴും
ഒരു മാംസ മാർക്കറ്റിൻ്റെ ആധുനിക രീതിയിലുള്ള മത്സ്യമാംസ മാർക്കറ്റ് ഇന്നും കൊടകരയ്ക്ക് ഇല്ലാത്ത ഇത് തന്നെയാണ് ഇവിടെ ആദ്യം പറയാനുള്ളത്. അറവുശാലയില്ല, എന്നിട്ടും അവിടെ തന്നെ അറുത്ത് ചെയ്യുന്നൊരു പരിപാടിയാണ് ഇപ്പോഴും നടക്കുന്നത്. അത് പലവട്ടം നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റിക്ക് പരാതി കൊടുത്തുള്ളതാണ്. അത് ഇന്ന് വരെ നിർത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഷട്ടിൽ കോർട്ട് ഉണ്ടാക്കിയത് ഒരു നല്ല കാര്യം തന്നെ. പക്ഷേ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസിൽ കണ്ടു, എറണാകുളത്തെ ഒരു പഞ്ചായത്തിൽ ഇതേപോലുള്ള മാലിന്യം കിടക്കുന്ന ഭാഗം വൃത്തിയാക്കി ടർഫ് ചെയ്ത് എന്താ പറയുക ഫുട്ബോളിനുള്ള കോർട്ട് പണിത്. അപ്പോൾ നമ്മളൊരു പ്ലാനിങ് ഇല്ലാതെ ഒരു ചെറിയൊരു സംഭവമാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. പ്ലാനിങ്ങോടുകൂടി ഒരു മാർക്കറ്റ് നല്ല രീതിയിൽ പോകാനായിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ്. അത് ഇന്നും വന്നിട്ടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ പറയാനുള്ളത് ശുചിത്വത്തിൻ്റെ ഇപ്പോൾ ക്ലീൻ കൊടകര പ്രഖ്യാപിച്ചത് തന്നെയാണ്. എന്നിരുന്നാലും നമ്മുടെ ടൗണുകളിലുള്ള ഡ്രൈനേജ് സിസ്റ്റം ഇന്നും മുഖം പൊത്തി പോകേണ്ട ഒരു അവസ്ഥയാണ് ടൗണിലുള്ളത്. അത് ഇന്ന് വരെ ശരിയാക്കാനായിട്ട് നമുക്ക് ഇത്രയും കാലത്തുള്ള പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല. ഡ്രൈനേജ് ഉണ്ടാക്കിയപ്പോഴും അതിനുള്ള ഒരു ഫെസിലിറ്റീസ് ഉണ്ടാക്കാതെയാണ് ആ ഒരു ഡ്രൈനേജ് വന്നത്. അപ്പോൾ അതൊക്കെ എൻ്റെ വാർഡുകാരാണ് അനുഭവിക്കുന്നത്. കാരണം ഈ ഡ്രൈനേജ് വന്ന് നിൽക്കുന്നത് എൻ്റെ വാർഡിലേക്കാണ്. അത് നേരെ കാവിൽപ്പാടത്തേക്ക് വന്ന് വീടുകളിലേക്കാണ് ഈ മലിനജലം ഒഴുകി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അനുഭവിക്കുന്നത് എൻ്റെ വാർഡുകാരാണ്. അപ്പോൾ അതും ഇന്ന് വരെ ശരിയാവാത്തൊരു കാര്യമാണ്. പിന്നെ അതേപോലെ ഹെൽത്ത് പറയുകയാണെങ്കിൽ നമുക്ക് 4 ഹോസ്പിറ്റലുകളുണ്ടെന്ന് പറഞ്ഞു. അതിൽ FHSC എടുക്കുകയാണെങ്കിൽ അവിടെ മരുന്നുകളുടെ അഭാവമുണ്ട്, പിന്നെ പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെ അഭാവമുണ്ട്, ഡോക്ടർമാർ പല സമയത്തും ഡോക്ടർമാർ ഉണ്ടാവാത്ത ഒരു സിസ്റ്റം ഇന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് നോക്കാനായിട്ട് ഒരു ആരോഗ്യ രംഗത്തുള്ള ഒരു പ്രശ്നം ഇന്നും കൊടകരയിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമുക്ക് പറയാനുള്ള. ഇനിയും കാര്യങ്ങളുണ്ട്, തുടർന്ന് പറയാം. അതായത് ചില ആരോപണങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. എന്തായാലും മെമ്പറെ എങ്ങനെ പ്രജിത് മെമ്പറെ എങ്ങനെ ഈ ഭരണസമിതിയെ വിലയിരുത്തുമ്പോൾ ഈ 2 പേര് പറയുന്നതിന് അപ്പുറത്തേക്ക് പഞ്ചായത്തിനെ ഒന്ന് നോക്കിക്കണ്ടു കഴിഞ്ഞാൽ പറയുമ്പോൾ ഇപ്പോൾ പ്രനില മെമ്പർ പറഞ്ഞ പോലെ കഴിഞ്ഞൊരു 15 വർഷമായിട്ട് കൊടകരയിലെ തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രധാനമായിട്ടും ഉയരുന്ന ഒരു കാര്യം തന്നെയാണ് കൊടകരയിലെ മത്സ്യമാംസം മാർക്കറ്റ്. ഒരു 15 വർഷമായിട്ട് എല്ലാ ഇലക്ഷൻ വരുന്ന സമയത്തും ഇതിൻ്റെ എല്ലാ മുന്നണികളും ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ അത് ആധുനിക രീതിയിലുള്ള മാർക്കറ്റ് ഇവിടെ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഇനി എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷനിലും അത് തന്നെയായിരിക്കും വാഗ്ദാനം. അപ്പം അതുകൊണ്ട് കൊടകരയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതീക്ഷയോടുകൂടി ആളുകൾ കണ്ടിരുന്ന ആ പ്രോജക്റ്റ് ഇതുവരെ പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യ ഒരു പരാജയമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കും. അതുപോലെ ഇപ്പോൾ ശുചിത്വത്തിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഇപ്പോൾ കൊടകര ടൗണിൽ ഇപ്പോൾ പറഞ്ഞു കുറേ പ്രവർത്തനങ്ങൾ ചെയ്തു. പക്ഷേ ഇതിൻ്റെ മറുവശം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ടോയ്ലറ്റ്, ഈ കൊടകരയിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ ടോയ്ലറ്റുകൾ നിർമ്മിച്ചു. ഇപ്പോൾ ആ ഈ ടോയ്ലറ്റ് നോക്കുകുത്തികളായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതിൻ്റെ കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസുകളോ കാര്യങ്ങളോ ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ കൊടകര ടൗണിൽ വരുന്ന ഒരാൾക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ വേറെ സ്വകാര്യ സ്ഥാപനങ്ങളിലോ പോകേണ്ട ഒരു അവസ്ഥയിലാണ് കൊടകര ടൗണിലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. മറ്റൊരു കാര്യം, ഇപ്പോൾ നമുക്ക് പ്രസിഡന്റ് പറഞ്ഞ ലൈഫ് പദ്ധതിയിൽ നിരവധി ആളുകൾക്ക് വീട് കൊടുത്തു പറഞ്ഞു. പക്ഷെ ഇപ്പോഴും നമുക്ക് ഏതൊരു കാര്യത്തിലും ഇത് പൂർത്തീകരിച്ചു എന്ന് പറയാൻ മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുമെന്നാണ് ഈ ഓരോ ഇലക്ഷൻ സമയത്ത് പറഞ്ഞത്. മുഴുവൻ ആളുകൾക്കും ലൈഫിൽ ലിസ്റ്റിലുള്ള ആളുകൾക്ക് കൊടുത്തു എന്ന് പറയാൻ തക്ക ഒരു നേട്ടമായിട്ട് ഇല്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ട് കുറേ ആളുകൾക്ക് ലിസ്റ്റിൽപ്പെട്ട കുറേ ആളുകൾക്ക് കൊടുത്തു എന്നല്ലാതെ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്ക് കൊടുത്തു എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഭൂമി വാങ്ങിച്ചു എന്നതിൽ കവിഞ്ഞുകൊണ്ട് ഒരു തറക്കല്ലിട്ടു എന്ന് പോലും പറയാനുള്ള അവസ്ഥ ഇന്ന് നിലവിലില്ല. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ വീട് നിർമ്മാണം, ലൈഫ് പദ്ധതി അതിലൊന്നും പൂർത്തീകരണം എന്നില്ല. സാധാരണ രീതിയിൽ നടക്കുന്ന കാര്യങ്ങൾ നടന്നു. അതോടൊപ്പം ഇപ്പോൾ വേറൊരു പ്രശ്നം, സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ PMAY ലിസ്റ്റ് അത് അപേക്ഷകൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയാണ്. പക്ഷേ ആ അപേക്ഷകർ ഇപ്പോൾ നമുക്കറിയാം 2019 PMAYയുടെ ലിസ്റ്റ് സ്വീകരിച്ചത്, സർവേ നടത്തിയത്. ആ സർവേ നടത്തിയിട്ടുള്ള ആളുകളുടെ 137 പേർക്ക് വീട് കൊടകര പഞ്ചായത്തിൽ പാസ്സായിട്ടുണ്ട്. ആ ആളുകൾക്ക് വീട് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സ്വന്തമായിട്ട് ഭൂമിയുള്ള ആളുകൾക്കാണ് PMAYയിൽ വീട് അനുവദിക്കുള്ളൂ.
ആ സമയത്ത് ഈ പ്രതീക്ഷയോടുകൂടി അവരുടെ സ്വർണ്ണമോ കാര്യങ്ങളൊക്കെ വിറ്റുകൊണ്ട് 3 സെൻറ്റും 4 സെൻറ്റും ഒക്കെ വാങ്ങിച്ചിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ പഞ്ചായത്തിൽ ഡയറക്റ്റ് വന്ന് അല്ലെങ്കിൽ അപേക്ഷകൾ അന്നത്തെ പോലെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ അവർ സെപ്പറേറ്റ് മൊബൈൽ അറിയാത്ത ആളുകളൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്. അത് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ലൈഫിലുള്ള ആളുകളെ ഈ PMAയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താമെന്ന്. അപ്പോൾ അത് ഇവിടുത്തെ സാധാരണക്കാരായിട്ട് ഭൂമി ഇല്ലാതെ കഷ്ടപ്പെട്ട് ഭൂമി വാങ്ങിയിട്ടുള്ള ആളുകളോടുള്ള ഒരു വെല്ലുവിളിയാണ്. അതിനെതിരെ പഞ്ചായത്തായാലും അതിൻ്റെ നടപടി എടുക്കേണ്ട കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഇപ്പോൾ നമ്മുടെ ഇത് പറഞ്ഞു റോഡുകളുടെ അവസ്ഥ. റോഡുകൾ ഇപ്പം ഞങ്ങളൊക്കെ ജനപ്രതിനിധികളായ സമയത്ത് വലിയ വാഗ്ദാനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ കഴിഞ്ഞ തവണയൊക്കെ മെമ്പർമാരായിരുന്നു. ആ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഫണ്ട് ഓരോ റോഡുകളും പുതിയതായിട്ടുള്ള നിർമ്മിക്കും എന്നൊക്കെ പറഞ്ഞു എല്ലാവരും. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ടുകളൊക്കെ വെട്ടിക്കുറച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പുതിയ റോഡുകൾ മെയിൻ്റനൻസ് ഗ്രാൻഡ് അല്ലാതെ പുതിയ റോഡുകളുടെ നിർമ്മാണം ഏറ്റെടുക്കാൻ വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ കേരളത്തിലെ മുഴുവൻ, കൊടകര പഞ്ചായത്ത് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും. അത് സംസ്ഥാന സർക്കാരിൻ്റെയും കൂടി വീഴ്ചയാണ്. പിന്നെ ഇപ്പോൾ കൊടകരയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പറഞ്ഞു, കൊടകരയെ സംബന്ധിച്ചിടത്തോളം ഓൺ ഫണ്ട് കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പോളോ ടയേഴ്സാണ്. ഇപ്പോൾ നമ്മൾ ഇത്രയേറെ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ഇപ്പോൾ പഞ്ചായത്തിന് ഒരു തനത് ഫണ്ട് സ്വരൂപിക്കുന്ന ഒരു പദ്ധതി പോലും ഈ ഒരു 5 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പഞ്ചായത്തിനൊരു ഫണ്ട് കിട്ടുന്ന ഒരു മെഗാ പ്രോജക്റ്റ് രൂപീകരിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അത് വരും കാലങ്ങളിൽ പഞ്ചായത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിൽ വലിയൊരു വീഴ്ചയാണ്. സാധാരണ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിൽ വിട്ടുകൊണ്ട് പഞ്ചായത്തിന് ഫണ്ട് എങ്ങനെ സ്വരൂപിക്കാം എന്നുള്ള അല്ലെങ്കിൽ വരുമാനം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രോജക്റ്റുകളുടെ നിർമ്മാണം കുറവാണ്. അതോടൊപ്പം ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഇപ്പോൾ പുതിയ മാർക്കറ്റിൻ്റെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ 10 വർഷമായിട്ടുള്ളൊരു ചർച്ചയാണ് പഴയ മാർക്കറ്റിൻ്റെ പൊളിച്ച് പുതിയ രീതിയിലുള്ള നിർമ്മാണം. ഈ ഭരണസമിതിയുടെ തുടക്കവും തുടങ്ങി കേട്ടാണ്. പക്ഷേ ഇന്ന് ഈ നിമിഷം വരെ അതിലും യാതൊരു തരത്തിലുള്ള അതും ഏത് നിമിഷവും വീഴാവുന്ന അവസ്ഥയാണെന്ന് ബന്ധപ്പെട്ട അധികാരികൾ റിപ്പോർട്ട് ചെയ്തിട്ട് പോലും അതിലും ഇതുവരെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാനോ കാര്യങ്ങളോ ഇതുവരെ ഒന്നും ഫണ്ട് മാറ്റി വയ്ക്കാനോ ഒന്നും ഉണ്ടായിട്ടില്ല. അതോടൊപ്പം ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കൃഷി മേഖല ഇപ്പം ഇന്ന് കോവിഡ് കാലത്ത് വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ് കൃഷി മേഖലയ്ക്ക് ഉണ്ടായത്. പക്ഷെ ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ കൊടകരയ്ക്ക് ഞങ്ങളൊക്കെ എപ്പോഴും പറയും നമുക്ക് പറയത്തക്ക ഏത് മേഖലയിലാണ് കൊടകരയെ സംബന്ധിച്ചിടത്തോളം ഏത് കൃഷി രീതിക്കാണ് അത് നമ്മുടെ ഈ ഭരണസമിതിക്ക് അതിനെ ഉയർത്തിക്കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ഒരു പദ്ധതികളും നമുക്ക് പറയാം. എല്ലാ കാലങ്ങളായിട്ട് നടന്നു വരുന്ന കൃഷി രീതികൾ അതിന് ഫണ്ട് വെച്ച് നടപ്പിലാക്കുന്നത് എന്നിൽ കവിഞ്ഞ് കൊടകരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൃഷി രീതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയെ എടുത്തുകൊണ്ട് അതിനെ ഉയർത്തിക്കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. അതുപോലെ ക്ഷീരകർഷകരും ആ ഒരു ഫണ്ട് വെക്കുക എന്നതിൽ കവിഞ്ഞുകൊണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു പുതിയൊരാൾ പോലും പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ വളം അതുപോലെ തീറ്റയ്ക്കൊക്കെ വില കൂടുന്നതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഈ കർഷകർ പിന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. പക്ഷേ അതിന് അവരെ കൈത്താങ്ങാവുന്ന രീതിയിലുള്ള ഒരു പദ്ധതികളോ കാര്യങ്ങളോ അവർ പുതിയ ആളുകൾ വരുന്ന രീതിയിലുള്ള പദ്ധതികളോ പ്രഖ്യാപനങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു മേഖലയും താഴെ തട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. പിന്നെ റോഡുകളുടെ അവസ്ഥ, ഇപ്പോൾ ജൽജീവൻ എന്നുള്ള ഈ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള നമുക്കറിയാം റോഡുകളുടെയൊക്കെ നിർമ്മാണം പൊളിച്ചുകൊണ്ടാണ് ചെയ്തത്. പക്ഷേ അത് പൂർത്തീകരിക്കേണ്ടത് ഈ വാട്ടർ അതോറിറ്റിയാണ് ചെയ്യേണ്ടത്. പക്ഷേ അത് പല റോഡുകളിലും അത് ചെയ്യാത്ത ഒരവസ്ഥയും ആ കരാറുകാർ അത് ഇവിടെ നിന്ന് ഇട്ടിട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് വേണ്ടത്ര രീതിയിൽ പഞ്ചായത്തിൽ നിന്നുള്ള ഇടപെടലുകൾ ഇല്ല എന്നുള്ള കാര്യം കൂടിയും. കാരണം ഇപ്പോൾ പല റോഡുകളും ഇപ്പോഴും മോശമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പോൾ അതാണ് റോഡുകളുടെ അവസ്ഥ. പിന്നെ കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2 വർഷമായിട്ട് അത്തരത്തിലുള്ള ഒരു പദ്ധതികൾ നടക്കുന്നതായിട്ട് ഇപ്പോൾ എൻ്റെ വാർഡിൽ തന്നെ ഞാൻ വലിയ ഒരു മേഖല കുടിവെള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖലയാണ്. 2 കുളങ്ങളുള്ളതാണ്. അതിന് നമ്മൾ വർഷങ്ങളായിട്ട് പറഞ്ഞിട്ട് പോലും അതിന് ഒരു പ്രോജക്റ്റ് വയ്ക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം. അതുപോലെ എൻ്റെ അറിവിലും കഴിഞ്ഞ 2 വർഷമായിട്ട് അത്തരത്തിലുള്ള കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളായിട്ടോ അല്ല പദ്ധതികളോ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് തൊഴിലുറപ്പ് പദ്ധതിയിൽ നമുക്കറിയാം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരവധി ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയായിട്ടുള്ള തൊഴിലുറപ്പ് പദ്ധതിയെ അത് വേണ്ടത്ര രീതിയിൽ പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടില്ല. അപ്പം ഞങ്ങൾ തന്നെ നിരന്തരം ആവശ്യപ്പെട്ടിട്ടാണ് ഇപ്പോൾ ലാസ്റ്റ് റോഡുകൾ ചെയ്യാം എന്നുള്ള രീതിയിലെത്തി ലിസ്റ്റ് എടുത്തിട്ടുള്ളൂ. അതും അതിൻ്റെ ടെൻഡറോ അതിൻ്റെ ബാക്കിയുള്ള നടപടികളോ ചെയ്യാത്തതുകൊണ്ട് അതും ഈ ഭരണസമിതിയുടെ സമയത്ത് പൂർത്തീകരിക്കും എന്നുള്ള ഒരു ഉറപ്പും ഇല്ല. അത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കാവുന്ന ഒരു മേഖലയാണ് തൊഴിലുറപ്പ്. അതിനെ വേണ്ടത്ര രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല കൊടകര പഞ്ചായത്ത്.
അതുപോലെ ഇപ്പോൾ നമുക്ക് കൊടകര പഞ്ചായത്തിൽ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കൊടകര പഞ്ചായത്തിൽ തന്നെ ഇപ്പോൾ ILGMസിൻ്റെയും KSmartൻ്റെയും കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഒരു കറണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ ഒരു സാധാരണക്കാരന് ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തൊരവസ്ഥയാണ്. കാരണം ജനറേറ്ററോ കാര്യങ്ങളോ ഇല്ല, ബദൽ സംവിധാനങ്ങളില്ല. അത് നമ്മൾ നിരന്തരമായിട്ട് എല്ലാ ബഡ്ജറ്റുകളിലും വികസന സെമിനാറിലും നമ്മൾ നിരന്തരമായിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരാൾ ഒരു അത്യാവശ്യത്തിന് വേണ്ടി ഒരു സർട്ടിഫിക്കറ്റിന് വരുന്ന സമയത്ത് ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ അവന് സർട്ടിഫിക്കറ്റ് പോലും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും കൂടി നിലവിലുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ. ബാക്കിയുള്ളത് ഇനി പറയാം. ഓക്കെ, പ്രസിഡന്റ് ചില ആരോപണങ്ങളുണ്ട്. അതായത് പ്രസിഡന്റ് തുടങ്ങിയ മാർക്കറ്റിൽ തന്നെ ആരോപണം വരികയാണ്. ആധുനിക രീതിയിലുള്ള മാർക്കറ്റ് സംവിധാനം ഇതുവരെ എത്തിയിട്ടില്ല. ഭരണകാലാവധി കഴിയുമ്പോൾ പോലും പ്രഖ്യാപനം, തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രഖ്യാപനം അതേപടി നിലനിൽക്കുകയാണെന്നാണ് ആദ്യ ആരോപണം. അതിനുള്ളൊരു മറുപടി. അത് ആദ്യമേ തന്നെ സുഹൃത്ത് പറയണ്ടല്ലോ, ഇത് ആരോപണമാണെന്ന് പറയണ്ടല്ലോ. അതിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട്, ആരോപണം. പിന്നെ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, പിന്നെ തനത് ഫണ്ടൊക്കെ വെച്ചിട്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള ഫണ്ടുകൾ ഇതെല്ലാം വെച്ചിട്ടുള്ള പൂളിംഗ് ആണ് ഗ്രാമപഞ്ചായത്തിൽ നടക്കുക. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഒഴിച്ച് മറ്റുള്ള സംവിധാനങ്ങൾക്ക് ജനങ്ങളില്ല. അവിടെ നിന്നെല്ലാം ലഭിക്കുന്ന ഫണ്ട് പൂൾ ചെയ്യേണ്ടത് ഗ്രാമപഞ്ചായത്തുകളാണ്. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ ജനപ്രതിനിധികൾ എന്ന് പറയുന്ന MP, MLA, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഈ സംവിധാനങ്ങളിൽ ഏറ്റവും അധികം ഫണ്ട് ലഭ്യമാക്കാൻ കഴിയുക MLA പോലെയുള്ള ജനപ്രതിനിധികൾക്കാണ്. നമ്മൾ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കത്ത് ലഭിച്ചിരുന്നു. 1 കോടി രൂപ നമുക്ക് അനുവദിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ലഭ്യമായില്ല. നമ്മുടെ ഭരണസമിതി തീരാൻ പോവാണ്. അതുകൊണ്ട് നമുക്ക് ലഭ്യമായ ഫണ്ടുകൾ കൊണ്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് വെച്ച് അത്യാവശ്യം ദൃശ്യമാണ്. ഇത് ആരോപണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിത് കഴിയുമ്പോൾ പോയി നോക്കിയാൽ മുമ്പുണ്ടായിരുന്ന കൊടകര മാർക്കറ്റും ഇപ്പോഴുണ്ടായ കൊടകര മാർക്കറ്റിൻ്റെയും മുഖച്ഛായ വ്യത്യാസം കാണാൻ കഴിയും. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞല്ലോ, മത്സ്യ മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. പിന്നെ സ്ലോട്ടർ ഹൗസ് ഇവിടെ പണിയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥല പരിമിതിയുണ്ട്. നമുക്ക് സ്ലോട്ടർ ഹൗസ് ഒരു ഗ്രാമപഞ്ചായത്തിന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. ഒന്നുകിൽ ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പൽ ഏരിയയ്ക്കാണ് അങ്ങനെ ഒരു ഗ്രാമപഞ്ചായത്ത് മാത്രമായിട്ടല്ല അതിൽ സ്ലോട്ടർ ഹൗസ് നിർമ്മിക്കേണ്ടത്. അപ്പോൾ മറ്റുള്ള പഞ്ചായത്തുകളിൽ നിന്നുള്ള ആളുകളും ഇവിടെ കൊണ്ടുവന്ന് അറവ് നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സ്ഥലപരിമിതി കൊടകരയിലെ മാർക്കറ്റിലുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആരോപണമായതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, സ്ഥലപരിമിതിയുണ്ട്. കാരണം 7 പഞ്ചായത്തിലെയും ഉരുക്കള ഇവിടെ കൊണ്ടുവന്ന് വെട്ടാൻ ഉദ്ദേശിച്ചാൽ ഒന്നാമത് അതൊരു പാടം ഏരിയയാണ്. അത് വെള്ളം അതുപോലെ ബ്ലഡൊക്കെ പോകാനുള്ള സാനിറ്റേഷൻ സൗകര്യങ്ങൾ കൂടി അവിടെ ചെയ്യേണ്ടതുണ്ട്. വെറുതെ ഒരു ഹൗസ് ഉണ്ടാക്കലല്ല. അറവ് കഴിഞ്ഞ് വെള്ളം കൃത്യമായി തന്നെ ശാസ്ത്രീയമായി തന്നെ ഭൂമിക്കടിയിലേക്കോ അല്ലെങ്കിൽ അതിനെ കൃത്യമായി മാനേജ് ചെയ്യേണ്ട സിസ്റ്റമാണ് സ്ലോട്ടർ ഹൗസിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പരിമിതി ഉള്ളത് കൊണ്ടാണ് നമുക്കത് നടപ്പിലാക്കാൻ കഴിയാത്തത്. സ്ഥലപരിമിതി, ഫണ്ടിൻ്റെയും പരിമിതിയുണ്ട്, സ്ഥലപരിമിതിയുണ്ട്. പിന്നെ ഇപ്പോൾ പ്രിൻല മെമ്പർ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ അല്ലാതെ അറവ് നടക്കുന്നുണ്ട്. അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. നമ്മളതിനെ അനുവദിച്ചിട്ടില്ല. ചെയ്യരുത് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പല ഘട്ടങ്ങളിലായി നമ്മൾ മാംസ വ്യാപാരികളുടെ യോഗങ്ങൾ ഇവിടെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയും ഒരു യോഗം കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരിക്കൽ പോലും പഞ്ചായത്തിനകത്ത് ഘട്ടമായിട്ട് വിളിച്ച യോഗത്തിൽ ഇന്നലെ വന്നത് പച്ചക്കറി പഴം മാർക്കറ്റിലെ വിൽപ്പന നടത്തുന്ന ആളുകളെയാണ്. അടുത്തത് വിളിക്കാൻ പോകുന്നത് മാംസം വിൽക്കുന്ന ആളുകളെയാണ്. ഇവരൊക്കെ കൃത്യമായി നമുക്ക് ഇത് സൗകര്യമില്ലാത്തിടത്തോളം കാലം ഇതിനകത്ത് അറവ് നടത്താൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ശുചിത്വത്തിൻ്റെ 2ാം ഘട്ടം പ്രവർത്തനം നമ്മൾ നവകേരളം ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ വിശദീകരിക്കാനാണ് വിളിക്കുന്നത്. ഫണ്ട് പരിമിതിയുണ്ട്. മുൻകാലങ്ങളിൽ കൊടകര ഗ്രാമപഞ്ചായത്തിന് 125 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നമ്മളുടെ മുൻ MLA ഉള്ള സമയത്ത് ചെയ്ത ഗ്രാമപഞ്ചായത്താണ്. അതിൻ്റെ പരിമിതി ഈ ഗ്രാമപഞ്ചായത്തിനുണ്ട്. അപ്പോൾ ആരോപണം ഉന്നയിക്കുന്നവർക്ക് അതും കൂടി പറയാം. നമ്മുടെ എല്ലാ ജനപ്രതിനിധികളെയും രാഷ്ട്രീയം നോക്കാതെ ഫണ്ട് പൂളിങ്ങിന് ഉപയോഗിക്കേണ്ടതാണ്. നമ്മൾ ആ രീതിയിൽ സമീപിച്ചിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് സംസ്ഥാന സർക്കാർ ഫണ്ട് തരുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളെ പുച്ഛിച്ച് മടക്കി അയക്കാറാണ് പതിവുള്ളത്. അതുകൊണ്ട് ആരോപണത്തെ ആരോപണമായി തന്നെയാണ് കാണുന്നത്. ഈ ഭരണസമിതി വന്നിട്ട് മാർക്കറ്റിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാതെ ഇരിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ചെയ്യാൻ കഴിയാവുന്ന പരമാവധി ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്യാൻ കിടക്കുന്നു. ഇപ്പോൾ ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവരാനായിട്ട് നമ്മുടെ ജില്ലാ ഭരണകൂടം 2 ദിവസം മുമ്പ് നമ്മളെ വിളിച്ചിരുന്നു. അപ്പോൾ മാലിന്യ സംസ്കരണ രംഗത്ത് ഫണ്ട് വെക്കേണ്ടതില്ല, ഒരു കമ്പനി വന്ന് നമുക്ക് ആ സിസ്റ്റം ചെയ്തു തരും, സ്ഥലം കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഭരണസമിതിയിൽ ആലോചിച്ചിട്ട് നമ്മളൊരു പ്ലോട്ട് നിശ്ചയിച്ച് കൊടുത്താൽ ഈ ഇപ്പോൾ ഈ
ദ്രവമാലിന്യം അതിന് വേറെ പ്രോജക്റ്റ് ഉണ്ട്, ഖരമാലിന്യത്തിന് വേറെ പ്രോജക്റ്റ് ഉണ്ട്. നമുക്ക് ജൈവ മാലിന്യ സംസ്കരണത്തിനാണ് ഇത്തരം പ്ലാന്റുകൾ ഇല്ലാത്തത്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയണത് ഇവർ ഈ മാലിന്യത്തിൻ്റെ വിഷയം എടുത്തതുകൊണ്ട് പറയാണ്, നമ്മൾ നവീനമായ രീതിയിലുള്ള ഒരു മൊബൈൽ ക്രിമിറ്റോറിയം ആലോചിക്കുന്നുണ്ട്, അതിന് ഫണ്ട് വെച്ചിട്ടുണ്ട്. FSTP അതായത് നമ്മളുടെ സെപ്റ്റിക് ടാങ്ക് മാലിന്യം മാറ്റുന്നതിനുള്ള ഒരു പദ്ധതി വെച്ചിട്ടുണ്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഇതിനൊക്കെ മാലിന്യത്തിലേക്ക് കടന്നുകൊണ്ടാണ് അത് നേരത്തെ പ്രിലിമിനറി മെമ്പർ ഒരു ആരോപണം ഉന്നയിച്ചു. അപ്പം തന്നെ ഇവിടെയും പറഞ്ഞു, അതായത് ഡ്രൈനേജ് സംവിധാനത്തിൽ വളരെ, കാരണം മാലിന്യമൊക്കെ മറ്റേ കൊടകരയ്ക്ക് ഒന്നാമത് നിൽക്കുന്ന ഒരു പഞ്ചായത്തിൽ ഇപ്പോഴും ഇത് നമ്മളൊന്നും ചെയ്തില്ല എന്ന് പറയുന്നത് പ്രിലിമിനറി മെമ്പർ അത് പറയുന്നത് ശരിയല്ല. കാരണം ഈ ഭരണസമിതിയിൽ യോഗത്തിലാണ് നമ്മൾ തീരുമാനിച്ചത് PWDക്ക് കത്ത് കൊടുക്കാനായിട്ട്. PWD റോഡുകളാണ് കൊടകര ജംഗ്ഷനിലെ റോഡുകൾ. PWD കാനയാണ്. ഗ്രാമപഞ്ചായത്തിന് അത് തുറക്കാൻ അധികാരമില്ല. അവരോട് നിർദ്ദേശം, ഇങ്ങനെ കാര്യത്തിൽ ഇടപെടണം എന്ന് നിർദ്ദേശം കൊടുക്കാനാണ് കഴിയുക. ആ രീതിയിൽ നമ്മൾ ഇവിടുന്ന് കത്ത് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ആവശ്യപ്പെട്ട ഒരു കാര്യം, ഞങ്ങളിത് തുറക്കാം, പക്ഷേ അതിൻ്റെ എക്സ്പെൻസ്, വീണ്ടും പുനഃസ്ഥാപിക്കേണ്ട ചെലവുകൾ അതാത് വ്യാപാരികൾ എടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ ടൈലിട്ട കാനകളാണ് ഇവിടെ നമ്മളിപ്പോൾ ഈ ടൗണിൽ കാണുന്നതൊക്കെ തന്നെ. അപ്പോൾ ആ രീതിയിൽ ടൈലിട്ട കാന ഓപ്പൺ ചെയ്ത് ക്ലീനാക്കി വീണ്ടും പുനഃസ്ഥാപിക്കണമെങ്കിൽ വലിയൊരു എക്സ്പെൻസാണ് വരിക, വലിയൊരു എക്സ്പെൻസാണ്. ഈ മഴക്കാലത്ത് അത് തുറന്നാൽ ഉണ്ടാകുമ്പോൾ ഓണ ഭവിഷ്യത്ത് കൊടകര മുഴുവൻ ചീഞ്ഞു നാറും എന്നുള്ളതാണ്. അത് ദീർഘവീക്ഷണത്തോടു കൂടി കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൽ ഫണ്ട് വെക്കാനായിട്ട്, നമുക്കിപ്പോൾ അതിന് മുഴുവൻ ഫണ്ട് വെക്കാനുള്ള ഫണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ. ഇത്തരം കാര്യങ്ങളിൽ MLAക്കും MPക്കും ഒക്കെ ഇടപെടാം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമല്ല ഈ കാര്യങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് ഇടപെട്ടില്ലെങ്കിൽ സമീപിക്കാലോ. വന്നപ്പോ ഈ കൊടകര ഗ്രാമപഞ്ചായത്ത് പല പരിപാടികളിൽ നിന്ന് അവരെ മാറ്റി നിർത്തി. ഇവിടെ ഞങ്ങള് സമരം ചെയ്തിട്ടുണ്ട്. വികസന സെമിനാറിന് വിളിക്കാത്തതിന് ഞങ്ങൾ കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാളിന്റെ മുന്നിൽ വെച്ചിട്ട് ഞങ്ങൾ സമരം ചെയ്തു. ഞങ്ങളുടെ MLA MP വിളിക്കില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടും ഗവൺമെന്റ് നിശ്ചയിക്കുന്ന പരിപാടികൾക്ക് മാത്രം വിളിക്കുന്ന ഒരു ഏർപ്പാടാണ് ഇവിടെ ഉണ്ടായത്. അവര് വേണ്ട എന്നുള്ളതാണ്. മുൻ MLA കൊണ്ടുവന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ടാണ്. സമീപിച്ചിട്ടുണ്ട്. ഞാൻ പറയാം, ഒന്നും തന്നില്ല ഞാൻ പറയില്ല. 2 കമ്പ്യൂട്ടർ ഡോൺ ബോസ്കോയ്ക്ക് കൊടുത്തിട്ടുണ്ട്. 4 or 10 കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് മനക്കുളങ്ങര സ്കൂളിന് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഇത്ര നേരം മെമ്പർ പറയുന്നത് ഞാൻ കേട്ടല്ലോ. 8 വാർഡുകൾ പോകുന്ന സ്ഥലത്ത് ഇപ്പൊ വലിയൊരു റോഡിന്റെ പണി കഴിഞ്ഞു. ഇനി എന്താ പറയാ, MLA ആസ്തി വികസന ഫണ്ടാണോ അത്? പിന്നെ എവിടുന്നാ? പ്രസിഡന്റ് കൊണ്ടുവന്നതാണോ? അല്ലെ, പ്രസിഡന്റ് സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാണോ? ഇവിടെ ഇടപെടാനായിട്ട് എന്താ പറയാ ജനപ്രതിനിധികളില്ല. ഞാനൊരു കാര്യം പറഞ്ഞത്, ഞാൻ പറയണേ, PWD റോഡ് കാന പ്രസിഡന്റ് അലംഭാവം കാണിച്ചുവെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉറപ്പുണ്ടെങ്കിൽ അവർ പൊളിക്കുള്ളൂ പറഞ്ഞു. ഒരിക്കൽ പോലും ഒരു ബഡ്ജറ്റ്, ഇപ്പൊ 4 ബഡ്ജറ്റ് കഴിഞ്ഞല്ലോ, ഒരിക്കൽ പോലും MLA വിളിച്ചിട്ട് അല്ലെങ്കിൽ MP വിളിച്ചിട്ട് പ്രസിഡന്റ് ഏത് കാര്യത്തിനാണ് നിങ്ങൾക്ക് ഫണ്ട് വേണ്ടത് എന്നൊരു ചോദ്യം ചെയ്തിട്ടില്ല. കൊടകരയിലെ ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ അദ്ദേഹത്തിന്. ഞാൻ അദ്ദേഹത്തിനോട് അവരിവിടെ കൊണ്ടുതരില്ല. അതാണ് ഇതാണ് പോയിന്റ്. അവര് കൊടകരയിലെ ആളുകൾ മനസ്സിലാക്കണം, അവരിവിടെ കൊണ്ടു തരികയല്ലാന്ന്. അവരെ കാല് പിടിച്ച് അങ്ങോട്ട് പോണത്. കൊടകരയിലെ MLA MP ജനങ്ങളെ അല്ലെങ്കിൽ ഫണ്ടുകൾക്കായിട്ടോ സമീപിച്ചിട്ടുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നോക്കി നിൽക്കുമ്പോഴാണ് നമ്മൾ വികസന സെമിനാറിൽ വെച്ച് MLAക്ക് കത്ത് കൊടുത്തിട്ടുള്ളത്. MPയോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. MPയോട് റിക്വസ്റ്റ് ചെയ്ത ലൈറ്റുകളുടെ 1-2 ഒക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. വേറൊരു കാര്യത്തിൽ MP ഒരു രൂപ പോലും ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ പഞ്ചായത്തിന്റെ കറണ്ട് ബില്ല് വിവരദോഷാണ് പറയുന്നത്. ഇവിടെ ഇല്ലേ? പഞ്ചായത്ത് കമ്മിറ്റിക്ക് NOC കൊടുക്കാൻ അധികാരമുണ്ട്. NOC കൊടുത്തിട്ടുണ്ട്. അത്രേ കൊടുക്കേണ്ട കാര്യം പൈസ അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കൊടകര ഗ്രാമപഞ്ചായത്തിൽ ലാബ്സ് ആക്കിയതാണത്.
അതൊരു മര്യാദയില്ലാത്ത വർത്താനാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ വിട്ടുപോയത് പറയും. ഇപ്പൊ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞു, ഞാൻ വിട്ടുപോയതാണ്. ഇപ്പൊ മാർക്കറ്റിന്റെ വിഷയം പറഞ്ഞു. മാർക്കറ്റിന്റെ വിഷയത്തിൽ ഇപ്പൊ പ്രസിഡന്റ് പറഞ്ഞു MLA MP അല്ലെങ്കിൽ ജില്ല ബ്ലോക്ക്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിലായാലും വലിയൊരു ചർച്ച വരാൻ പോകുന്നത് അതാണ്. അപ്പോൾ ആ വാഗ്ദാനം കൊടുക്കുന്ന സമയത്ത് ഈ MLAയും MP-യും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും തന്നാൽ മാത്രമാണ് പൂർത്തീകരിക്കാൻ പറ്റുക എന്നുള്ളത് ബ്രാക്കറ്റിൽ വയ്ക്കണം. കാരണം നമ്മൾ അധികാരത്തിൽ വന്നാൽ ചെയ്യാന്ന് പറഞ്ഞ് ആളുകളിൽ നിന്ന് വോട്ട് മേടിക്കുകയും അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ സമയത്ത് MLA തന്നില്ല, MP തന്നില്ല, ജില്ല തന്നില്ല എന്ന് പറഞ്ഞ് കൈയഴിയുന്ന ഒരു ആധുനിക ശ്മശാനം. ഇപ്പൊ പ്രസിഡന്റ് പറഞ്ഞു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10-20 വർഷമായിട്ട് എല്ലാ വർഷവും പ്രോജക്റ്റ് വെച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ആധുനിക ശ്മശാനം. ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോഴും കൊടകര പഞ്ചായത്തിലുള്ള ആളുകൾ ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലോ കൊരട്ടിയിലോ ഇരിങ്ങാലക്കുടയിലൊക്കെയോ ബോഡി കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ നിലവിലുള്ളത്. ഇതും നമ്മളൊരു ബഡ്ജറ്റിൽ പറയുന്ന നമ്മളൊരു പ്രതീക്ഷയാണ് ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ പറയാൻ നടപ്പിലാക്കുന്നത്. ഈ 5 വർഷം 4.5 വർഷമായിട്ടും അതിലൊരു സ്റ്റെപ്പ് പോലും വെക്കാൻ സാധിച്ചിട്ടില്ല ആധുനിക ശ്മശാനം. മറ്റൊന്ന്, മാലിന്യത്തിന്റെ ക്ലീൻ കൊടകര എന്ന് പറയുന്ന സമയത്തും ഇതിനെ ഇപ്പൊ മാലിന്യങ്ങൾ ഇടുന്ന നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനെ നമ്മൾ ശാസ്ത്രീയമായ രീതിയിൽ അതിനെ തടയിടണം. കാരണം CCTV പോലുള്ള സംവിധാനങ്ങൾ വെക്കണം. പക്ഷെ അത്തരത്തിൽ എനിക്ക് തോന്നുന്നു ഒരു CCTV പോലും പഞ്ചായത്ത് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് വെച്ചിട്ടില്ല. അപ്പോൾ ഇതിന് ഈ ബദലായിട്ട് നമ്മൾ ഇത്തരത്തിൽ കുറേ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യുന്നു, വീണ്ടും ആളുകൾ വേസ്റ്റ് ഇടുന്നു, ബോധവൽക്കരണം നടത്തുന്നു. എങ്കിൽ പോലും പല ആളുകളും ഇപ്പം ഞാൻ ഇന്ന് വരുന്ന സമയത്ത് പോലും റോഡിൽ വേസ്റ്റുകൾ ആളുകൾ കൊണ്ടുവിടാണ്. ഇതിനെ ഇപ്പം മറ്റുള്ള ആളുകളുടെ മൊബൈലിൽ എടുത്ത് അയച്ചു തന്നാൽ അവർക്ക് 2000 രൂപ കൊടുത്ത് അവരെ പിടിക്കുക എന്നുള്ളത് അതൊരു വലിയൊരു ഇതല്ല. കാരണം ആളുകൾ അതിന് വലിയ മെനക്കെടില്ല, ബുദ്ധിമുട്ടില്ല. നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ നമ്മുടെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അതിനെ തടയിടാനുള്ള ഒരു കാര്യവും പഞ്ചായത്ത് ചെയ്തിട്ടില്ല. അതൊന്ന് ചെയ്യേണ്ടത് ഒരു കാര്യം പറയട്ടെ, പോയിന്റ് ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിന് മറുപടി പറയാം. ഞാൻ പറയുന്നത്, ഞാൻ ഇവിടെ പറഞ്ഞ കാര്യം ലിമിറ്റഡ് ആയിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൊടകര മാർക്കറ്റിന്റെ മുഖച്ഛായ മാറ്റാനായിട്ട് ഗ്രാമപഞ്ചായത്ത് ശ്രമിച്ചിട്ടുണ്ട്. അതില് അടിസ്ഥാന രഹിതമെന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല പറയാൻ. കാരണം ലിമിറ്റഡ് ആയിട്ട് ഞാൻ പറയുമ്പോ സംസാരിക്കല്ലേ, അതിന്റെ ഇടയിൽ സംസാരിക്കല്ലേ? അല്ല, അത് നിങ്ങൾ സംസാരിക്കില്ല. പറയട്ടെ പ്രധാനമായി അതായത് ഈ 2 അംഗങ്ങൾ ആരോപിക്കുന്നത് പറയാൻ അനുവദിച്ചാലേ ഇതിന് മറുപടി പറയാൻ പറ്റുള്ളൂ. ആധുനിക ക്രിമിറ്റോറിയത്തിന് സ്ഥലം കിട്ടണം. വലിയ വയലേഷൻസും പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങൾ. മൊബൈൽ ക്രിമിറ്റോറിയം എന്നാണ് പറഞ്ഞത്. അതായത് വീടുകളിൽ വന്ന് ബോഡി സംസ്കരിക്കുന്ന പ്രോജക്റ്റ്. അതിൽ വരുമ്പോ വേറൊരു പ്രത്യേകത ഉണ്ട്. കാരണം ഈ ഒരു ആശയം എന്തുകൊണ്ട് ഇത്ര വൈകിപ്പിച്ചു? ഇത്രയും കാലമായിട്ട് വർഷങ്ങളായിട്ട് സ്ഥലപരിമിതി ഈ ഫണ്ട് വെക്കുകയും ലാപ്സവും ചെയ്തിട്ടുണ്ട്. ഭരണസമിതിയുടെ ലാസ്റ്റിലേക്കാണ് ഇപ്പൊ ഇത് വെച്ചത്. അതും നടപ്പിലായിട്ടില്ല. ഫണ്ട് വെച്ചത് എല്ലാ വർഷം വെക്കാറുണ്ട്. അല്ല, ഞാൻ ഇടയിൽ കയറി സംസാരിച്ചില്ലല്ലോ. പറയാൻ അനുവദിച്ചില്ലെങ്കിൽ എങ്ങനെ സംസാരിക്കാം? അത് ഇങ്ങനെ പോകുന്നത് ശരിയല്ല. ഇടയിൽ കയറി സംസാരിക്കില്ലേ എങ്കിൽ ഞാൻ സംസാരിക്കാം, മറുപടി പറയും. അപ്പൊ നിങ്ങളെല്ലാം എത്ര നേരം സംസാരിച്ചോണ്ടിരുന്നേ? തീർച്ചയായും പ്രസിഡന്റ് മറുപടിക്കുള്ള സമയം. ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ പ്രജിത്ത് മെമ്പർ പറഞ്ഞൊരു കാര്യം, അതായത് സമീപ പഞ്ചായത്തുകളിലടക്കം ഇപ്പൊ നമുക്കറിയാം വർഷങ്ങളായി സ്ഥലപരിമിതി നേരിടുന്ന ഒരു പഞ്ചായത്തിൽ എന്തുകൊണ്ട് ഈ രീതിയിലുള്ള മൊബൈൽ ക്രിമിറ്റോറിയത്തിലേക്ക് ഇപ്പോഴും വൈകി നിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ആരോപിച്ചത്. അതിന് ഒരു മൊബൈൽ ക്രിമിറ്റോറിയം ഇപ്പോൾ 1-2 പഞ്ചായത്തുകൾ മാത്രമാണ് ഇന്നോവേറ്റീവ് പ്രോജക്റ്റ് ഈ ടൈമിൽ ചെയ്തിട്ടുള്ളത്. അത് നമ്മളൊരു മോഡൽ നോക്കിയിട്ടാണ് നമ്മളിവിടെ അതിന് സാധ്യത നമ്മൾ നോക്കുന്നത്. അതിനേക്കാൾ മുമ്പ് നമ്മൾ വെച്ചിരുന്നത് ആധുനിക ശ്മശാനം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതിന് സ്ഥലം കണ്ടെത്താനായിട്ട് നമ്മൾ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ മിക്കവാറും അജിറ്റേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മിക്കവാറും പഞ്ചായത്തുകളൊക്കെ ഈ പദ്ധതി ഉണ്ട്, പക്ഷെ നടപ്പിലാക്കാൻ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പബ്ലിക് ഇഷ്യൂസ്, പരാതികൾ, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമുക്ക് നടപ്പിലാക്കാൻ കഴിയാത്തത്. അപ്പോൾ ഈ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് വീടുകളിൽ ഇപ്പോൾ സ്ഥലമില്ലാത്ത ആളുകൾക്കായാലും കൊണ്ടുപോയി, ഇപ്പം വരന്തരപ്പള്ളി പഞ്ചായത്ത് അത് ചെയ്തിട്ടുണ്ട്. ശ്രീനാരായണപുരം പഞ്ചായത്ത് മെഷീനറിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കും. എല്ലാവരും ഈ ഒരു ഘട്ടത്തിലാണ്, ഫസ്റ്റ് സ്റ്റേജിലാണ്. നമ്മളൊരു മോഡൽ നല്ലത് കണ്ടപ്പോൾ അതിനെ എടുക്കുന്നു. മുന്നേ കൂട്ടി അറിയാൻ, മുന്നേ കൂട്ടി ഈ പ്രോജക്റ്റ് എവിടെയെങ്കിലും ചെയ്തിട്ടില്ല, നമ്മുടെ മുന്നിലേക്ക് ആശയം വന്നിട്ടില്ല എന്നുള്ളതാണ്.
അപ്പം മാലിന്യ സംസ്കരണ രംഗത്ത് ഇവര് ക്ലീൻ കൊടകര അട്ടർ ഫെയിലിയറാന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഗ്രാമപഞ്ചായത്ത് വേറെ എവിടെ ഉണ്ടെന്ന് ഇവർക്ക് പറയാൻ കഴിയണ്ടേ? FSTP ഇപ്പോൾ സെപ്റ്റിക് ടാങ്ക് വേസ്റ്റ് ഏറ്റവും അധികം ഡെൻസിറ്റി ഉള്ള ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ. ഇത് നമ്മൾ ചെയ്യേണ്ട പ്രോജക്റ്റാണ്. അതിന് നമ്മൾ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. പ്രോജക്റ്റ് വെക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സർക്കാർ ഉത്തരവ് കൂടി പരിശോധിക്കണം. സർക്കാർ ഉത്തരവ് എന്നാണോ ഗ്രാമപഞ്ചായത്തുകളോട് ഇത് ഏറ്റെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഒന്നാം ഘട്ടം എന്ത് ഏറ്റെടുക്കാൻ പറഞ്ഞു, രണ്ടാം ഘട്ടം എന്ത് ഏറ്റെടുക്കാൻ പറഞ്ഞു എന്നുള്ളതും കൂടി പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഉത്തരവ് പ്രകാരം നമ്മൾ ക്രോണിക്കായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വന്നപ്പോൾ തന്നെ ഇത് ചെയ്യാനായിട്ട് ഈ ഒരു നിർദ്ദേശം വന്നിട്ടില്ല. നമ്മുടെ മാർക്കറ്റിൻ്റെ വിഷയമാണ് നമ്മുടെ മുന്നിൽ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഉണ്ടായിരുന്നത്. അതിന് നമ്മൾ പദ്ധതി വെച്ചിട്ടുണ്ട്. ഈ വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള സിസ്റ്റം അന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. അതിനിപ്പോഴാണ് നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളും സർക്കാർ ഉത്തരവുകളും വന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. തർക്കമൊന്നുമില്ല ആ കാര്യത്തിൽ. ഞാൻ പൂർണ്ണമായി ചെയ്തു എന്നല്ല തുടക്കത്തിൽ പറഞ്ഞത്. പരിമിതമായ ഫണ്ടുകൾ വെച്ചുകൊണ്ട് മാർക്കറ്റിന്റെ മുഖച്ഛായ മാറ്റാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഞാനൊന്നും പെർഫെക്റ്റ് ആയിട്ട് കൊടകര ഗ്രാമപഞ്ചായത്ത് ചെയ്ത് പൂർത്തീകരിച്ചു എന്ന് അവകാശപ്പെടുന്നില്ല. ഇനിയും ഡെവലപ്മെന്റും ഇനിയും നല്ല നിർദ്ദേശവും നല്ല കാര്യങ്ങളും ചെയ്യാനുള്ള ഗ്രാമപഞ്ചായത്ത് തന്നെയാണ്. പക്ഷേ ഈ ഭരണസമിതി പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കോവിഡ് പ്രവർത്തന 2 വർഷം കോവിഡിന്റെ കാര്യങ്ങൾക്ക് നീങ്ങിപ്പോയെങ്കിലും പിന്നെ കിട്ടിയിട്ടുള്ള ഈ 2.5 വർഷം കൊണ്ട് ചെയ്യാൻ കഴിയാവുന്നതിന്റെ പരമാവധി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി ഞാൻ പറയണേ, ഫണ്ടുകൾ ചോദിക്കുക എന്നുള്ളതാണ് മര്യാദയോടുകൂടി, ലെറ്ററാക്കി കൊടുക്കുക എന്നുള്ളതാണ് മര്യാദയോടുകൂടി ചെയ്യേണ്ടത്. ആ കാര്യങ്ങൾ ഞങ്ങൾ 2 ജനപ്രതിനിധികളെ ആ രീതിയിൽ സമീപിച്ചിട്ടുണ്ട്. ഒരിക്കലും നമ്മളുടെ ബഹുമാനപ്പെട്ട MLA സനീഷ് കുമാറിനോടോ ബഹുമാനപ്പെട്ട MP ബെന്നി ബെഹനാനോടോ നമുക്കൊരു വിരോധമുള്ള ഒരാളല്ല. അവർ എന്നോടും അങ്ങനെ ഒരു വിരോധം കാണിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ഗ്രാമപഞ്ചായത്തിനകത്ത് ജയിച്ചു വരുന്ന ജനപ്രതിനിധികൾ അങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിക്കലല്ലോ കാര്യം. ഇതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കരുത്. നമ്മൾ കൊടുക്കുന്ന വളരെ പരിമിതമായ കാര്യങ്ങൾക്ക് കൊടകര മാർക്കറ്റ്, അതിനാണ് നമ്മളൊരു കത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ പ്രിൻല മെമ്പറുടെ തന്നെ വാർഡിലെ വെള്ളം ഒഴുകുന്ന ഒരു പ്രശ്നം, ഏതൊരു 2 മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ വെള്ളക്കെട്ടുണ്ടാവുന്ന പ്രദേശമാണ്. അതിനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി MLAയോ MP യോ സമീപിച്ച് ഫണ്ടുകൾ സ്വരൂപിക്കാനുള്ള കമ്മിറ്റി തീരുമാനം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏത് കാര്യത്തിനും ഇവിടെ രാഷ്ട്രീയ വ്യത്യാസമില്ലാണ്ട് കിട്ടുന്ന ഫണ്ട് ലഭ്യമാക്കാനും വിനിയോഗിക്കാനും തയ്യാറുള്ള ഗ്രാമപഞ്ചായത്താണ്. നമുക്ക് അങ്ങനെ ഒരു വിരോധമല്ല. ആശയപരമായ വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കാം. നമ്മൾ ലഭിക്കുന്ന ഫണ്ടുകൾ ഇവിടെ കൊണ്ടുവന്ന് എപ്പോൾ ചോദിച്ചാലും പറയുന്നത് നിങ്ങളുടെ സർക്കാർ ഫണ്ട് തരുന്നില്ല എന്നാണ്. പക്ഷെ മറ്റു മണ്ഡലങ്ങളിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ രാഷ്ട്രീയപരമായി തന്നെയാണ് ഈ 2 ജനപ്രതിനിധികളും കൊടകര മെമ്പറിനോടുള്ള ഒരു ചോദ്യമാണ് പ്രസിഡന്റ് ചോദിക്കുന്നത്. അതായത് പഞ്ചായത്ത് അംഗം എന്ന് ഇതിനപ്പുറത്ത് ഈ പഞ്ചായത്ത് സമിതിയിൽ ഒരിക്കലും പ്രതിപക്ഷമോ ഭരണപക്ഷമോ ഒന്നുമില്ല. എല്ലാ പഞ്ചായത്ത് അംഗങ്ങളാണ്, ജനപ്രതിനിധികളാണ്. പ്രിൻല മെമ്പർ അടക്കമുള്ളവർക്ക് MLAയോ MPയോ സാധിച്ച് സ്വന്തം വാർഡിലെ കാര്യങ്ങൾ നടത്താൻ ചോദിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാം. ഈ 1-ാം വാർഡിലെ പ്രശ്നം അവിടെ പ്രിൻല മെമ്പറാണ്. 14-ാം വാർഡ് കോൺഗ്രസിന്റെ മെമ്പറുടെ വാർഡാണ്. തീർച്ചയായും 1-ാം വാർഡിലെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA സനീഷ് കുമാർ ജോസഫ് വന്ന സമയത്ത് 15 ലക്ഷം രൂപ എനിക്ക് അവിടുത്തെ ഡ്രൈനേജിന് തന്നതാണ്. മൊത്തം 1 കോടിയുടെ രൂപയൊന്നും തരാൻ പറ്റിയില്ലെങ്കിലും ആള് ഘട്ടം ഘട്ടമായി തരാനുള്ള രീതിയിൽ തന്നെ ആദ്യത്തെ ഘട്ടം 15 ലക്ഷം രൂപ തന്നു. അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി നമ്മൾ പ്രൊജക്റ്റ് കൊടുക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, കൊടകര ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോഴല്ല 1-ാം വാർഡിൽ വെള്ളക്കെട്ട് തുടങ്ങിയത്, ഈ ടൈമിലല്ല തുടങ്ങിയത്. മുമ്പ് ഭരിച്ചിരുന്ന UDF 10-20 വർഷമായിട്ട് UDF വാർഡിൽ മാത്രമേ പഞ്ചായത്ത് 30 വർഷമായിട്ട് LDF ആണ് ഭരിക്കണേ. പഞ്ചായത്ത് ഭരിക്കണത് പഞ്ചായത്ത് 30 വർഷമായിട്ട് LDF ആണ് ഭരിക്കണത്. വാർഡ് മെമ്പർ മാത്രം ഉണ്ടായതുകൊണ്ട് അവിടെ ഫണ്ട് സഹകരിച്ചാണ് പറയുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ള LDFന്റെ പ്രകടന പത്രികയിൽ ഉള്ള കാര്യങ്ങളാണ് ഈ മാർക്കറ്റിന്റെ പൂർത്തീകരണം. കഴിഞ്ഞ 3 ടൈമായിട്ട് എന്റെ വാർഡിലെ കാര്യം പറഞ്ഞത് ഞാൻ കഴിഞ്ഞ 5 വർഷം LDF ആയിരുന്നു. എന്തുകൊണ്ട് പൂർത്തീകരിച്ചില്ല? ഭരിച്ച ഇത്രയും കാലം 10-30 വർഷമായിട്ട് LDF ഇവിടെ തുടർച്ചയായിട്ട്, അതിന്റെ ഇടയിൽ മാത്രം കോൺഗ്രസ് ഭരിച്ചു. ഇപ്പൊ കഴിഞ്ഞിപ്പോ അടുപ്പിച്ച് 10 വർഷം ഭരിച്ചിട്ട് ഈ മാർക്കറ്റ് മറുപടി പറയണം.
മറുപടി പറയണല്ലേ? മറുപടി പറയണം. എനിക്ക് മറുപടി പറയണം. ഒന്നാം വാർഡില് ഒരു മിനിറ്റ് LDF അതായത് ചോദ്യം എനിക്കൊന്ന് അവിടുന്ന് അല്ല, ഞാൻ പറയട്ടെ. അതായത് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഭരണതലത്തിലുള്ളത് LDF ആണ് പഞ്ചായത്തില്. അതായത് സംസ്ഥാന സർക്കാർ തുടർ ഭരണമാണ്. നല്ല ഭരണം ഉണ്ടായിരുന്നല്ലോ. എവിടെ ഫണ്ട്? എന്ത് ഫണ്ട്? എവിടെ ഫണ്ട്? എന്ത് വെള്ളക്കെട്ട് നീക്കാഞ്ഞേ? എന്ത് വെള്ളക്കെട്ട് നീക്കാഞ്ഞത്? ഈ ഒരു ഭരണകാലത്ത് മാത്രമല്ല, അപ്പൊ അത് മുൻകാലങ്ങളിലെ ഭരണ തുടർച്ച വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് പ്രാധാന്യം നൽകി നേരത്തെ പരിഹരിക്കേണ്ടതല്ല. ഒരു മിനിറ്റ്, ഒരു കാര്യം നിക്ക്, എന്റെ മറുപടി കഴിഞ്ഞിട്ടില്ല. പ്രസിഡന്റ് ചോദിച്ചതിന്റെ മറുപടി. ഒന്നാം വാർഡില് പ്രതിനിധീകരിക്കുന്നത് UDF മെമ്പർമാരാണ്. പക്ഷെ ഈ കൊടകര ഗ്രാമപഞ്ചായത്ത് 30 വർഷമായിട്ട് LDF ആണ്. അതിലൊരു 5 വർഷം തൂക്കുഭരണമായിട്ട് UDF വന്നിട്ടുണ്ട്. ആ UDF വന്ന സമയത്ത് ഇവിടെ മേൽക്കോയ്മ LDF തന്നെയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും കൂടുതൽ ആയിക്കോട്ടെ, ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് അന്നും ഇന്നുമുള്ള മുൻപത്തെ LDF ഭരണം എന്ത് ചെയ്തു? ജനങ്ങള് വെള്ളക്കെട്ടുകൊണ്ട് ബുദ്ധിമുട്ടുന്നു. മാർക്കറ്റിന്റെ കാര്യം അങ്ങനെ തന്നെ. ഈ ഡ്രൈനേജ് കൊണ്ടുവന്നത് BD ദേവസ്യാണ്. എന്തുകൊണ്ട് അതിന് ഡ്രൈനേജ് കൊണ്ടത് BD കൊണ്ടുവന്നത് ആള് തന്നെയാ. ഇവിടെ ഈ ഡ്രൈനേജ് കൊണ്ടുവന്നപ്പോ അത് വൃത്തിയാക്കാനുള്ള സിസ്റ്റം ഇട്ടിട്ടുണ്ടോ? ഇട്ടിട്ടില്ല. എല്ലാം പൊളിക്കേണ്ട അവസ്ഥ ഇപ്പോഴാ വന്നപ്പോ അത് ഇന്ന് പൈസ വേറെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അതില് മാൻ പവർ വെച്ചിട്ട് ഇറങ്ങാനുള്ള സിസ്റ്റം ഉണ്ടാക്കിയില്ല? വെള്ളക്കെട്ടിന്റെ ഇത് മെമ്പർക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. UDF മെമ്പർക്ക് അവിടെ കൊണ്ടുപോയിട്ട് മുഴുവൻ തിറക്കാൻ പറ്റില്ല. അതിന്റെ ഭരണസമിതി വേണം. ഞങ്ങളുടെ ജനങ്ങളാണെന്നുള്ളത് അന്ന് ഞാൻ കഴിഞ്ഞ എൻ്റെ ഇലക്ഷന് ഞാൻ അവിടെ നിൽക്കുമ്പോൾ അവിടെ ചെന്ന് മുൻപത്തെ പ്രസിഡന്റ് പറഞ്ഞത് എന്താ വെച്ചാൽ ഇവിടുത്തെ UDFന്റെ മെമ്പർമാരെ മാറ്റിയാലാണ് ഇവിടുത്തെ ഇത് ഞങ്ങള് ഫണ്ട് പ്രസിഡന്റും ഇപ്പൊ ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. അതെ, ഞാനൊരു അദ്ദേഹം പറയുന്നത് അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ UDFന്റെയും അല്ലെങ്കിൽ BJPയുടെയോ മറ്റ് മുന്നണികളുടെയോ മറ്റേ ജനപ്രതിനിധികളോ ഉള്ളിടത്ത് ഭരണതലത്തിൽ LDF രാഷ്ട്രീയമായി വികസന വിവേചനം കാണിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഞാൻ മറുപടി പറയട്ടെ. തീർച്ചയായിട്ടും. ഇപ്പോൾ കഴിഞ്ഞ ടേം LDFന്റെ ഭരണമായിരുന്നു. അതിനേക്കാൾ മുമ്പ് ഞങ്ങളൊക്കെ ഇവിടെ ഭരണസമിതി അംഗങ്ങളായിരുന്നു. ഏത് തൂക്കുഭരണം എന്ന് പറഞ്ഞല്ലോ. പ്രസിഡന്റ് രണ്ട് പ്രസിഡന്റുമാരുണ്ടായിരുന്നു UDFന്റെ കാലത്ത്. അന്നത്തെ പ്രസിഡന്റ് ഉണ്ടായിരുന്ന സമയത്ത് 1-ാം വാർഡ് മെമ്പറായിരുന്നു അവർ. എന്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിച്ചില്ല? അന്ന് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു. എന്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിച്ചില്ല? ബസ് സ്റ്റാൻഡ് വന്നത് ഉമ്മൻചാണ്ടി സാർ വന്നിട്ടാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. എന്തുകൊണ്ട് ആ പ്രശ്നം ഈ നാട്ടുകാർക്ക് അറിയാം. ഈ ബസ് സ്റ്റാൻഡിന്റെ കല്ലിട്ടത് മുന്നത്തെ LDF ഭരണം. ഞാനെപ്പോഴാണ് കല്ലിട്ടത്? കൊടകര ഷഷ്ടിയെക്കാളും കൂടുതൽ കാവടി നിരത്തിയിട്ടാണ് ഇതിന്റെ തറക്കല്ലിട്ടത്. ഇതിന്റെ പ്ലാൻ കൊണ്ടത് LDF ഭരണസമിതിയാണ്. അതിന്റെ എല്ലാ ഉദ്ഘാടനം ചെയ്തു. അത് മിനിദാസിന്റെ ഉമ്മൻചാണ്ടി സാറിന്റെ തലയിലിടുന്നതല്ല, വ്യക്തിത്വമല്ല. പിന്നെ ഇവിടെ അപ്പോഴും വേറെ കാര്യം, മെമ്പർ അടിക്കുന്ന ഗോള് LDFന് വരികയാണ്. കാരണം ഞാൻ പറയട്ടെ, അല്ല ഞാൻ പറയാൻ പറ്റില്ല. അവിടെ പറയാൻ പറ്റില്ല, അപാകതകളുണ്ട്. പിന്നെ ഇവിടെ ഒരു മിനി സിവിൽ സ്റ്റേഷൻ കൊണ്ടുവന്നത് തൂക്കുഭരണത്തിലിരിക്കുന്ന മിനിദാസിനും റോസ്ലി വർഗീസ് ഉള്ളപ്പോഴാണ്. അതിന്റെ ഉദ്ഘാടനം ചെയ്യാൻ കേട്ടപ്പോ അത് ഞങ്ങളുടെ പ്രൊജക്ട് ആയി. അവിടെ അപാകതകളില്ല. അപ്പൊ അത് അവരുടെ ഇവരുടെ അത് ഒരേ നിലപാടാ. മുൻ ഗവൺമെന്റ് കൊണ്ടുവന്നത് എന്താണോ അത് തന്നെയാണ് അവർ ഉദ്ഘാടനം ചെയ്യണത്. മാർക്കറ്റിലും ഡ്രൈനേജ് സംവിധാനത്തിൽ മാത്രം കൊടകരെ ഒതുക്കി നിർത്തുകയാണ്. പറയാൻ മറ്റു വിഷയങ്ങളില്ല. അതെ, വിഷയങ്ങളില്ല. റോഡുകളുടെ കാര്യം പോയി നോക്കിയാൽ അറിയാം. എല്ലാ റോഡുകളും തകർന്നു കിടക്കാണ് ഇപ്പോ.
മറുപടി പറയാൻ അനുവദിക്കോ? ഇപ്പോ പറഞ്ഞ കാര്യത്തിൽ മറുപടി പറയട്ടെ പ്രേത്തെ. നമുക്ക് വളരെ വേഗം വേണം, കാരണം ഈ ഒരു സംവിധാനത്തിലേക്ക് ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇവര് ഡിസ്ട്രാക്റ്റഡ് ആയതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ സർക്കാർ LDFന്റെ അതിന്റെ മുമ്പ് മിനിദാസൻ പ്രസിഡന്റ് ആയിട്ടുള്ള അതിൽ ഭരണസമിതി അംഗങ്ങളായിരുന്നു ഞാൻ. അതിനേക്കാൾ മുമ്പ് PR പ്രസാദൻ ഉണ്ടായിരുന്ന സമയത്ത് കൊണ്ടുവന്നത് ആശയമാണ് മിനി മറ്റേ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ്. അതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ അതിൽ തന്നെയാണ് വന്നത്. ഒരു 5 വർഷം കൊണ്ട് ചിലപ്പോൾ മേജർ പ്രോജക്റ്റുകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായിട്ട് പോകുന്നതാണ്. നമ്മൾ ചിലപ്പോൾ സ്വപ്നം കാണും, അടുത്ത പേരായിരിക്കും ഫണ്ട് വയ്ക്കുക, പിന്നീട് വരുന്നവരായിരിക്കും ഉദ്ഘാടനം ചെയ്യുക. ഓക്കെ, അപാകതയുള്ളത് പരിഹരിച്ചിട്ട് വേണ്ട ഉദ്ഘാടനം ചെയ്യാൻ. കേരള മുഖ്യമന്ത്രിനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം അന്നത്തെ ഭരണസമിതി ഉണ്ടായിരുന്നല്ലോ. വേറൊരു കാര്യം, അതായത് ഭരണ തുടർച്ച വരുന്ന പഞ്ചായത്തിൽ എന്തുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ മുൻപൊരു ഭരണസമിതിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഒരു ബാധ്യത ഇപ്പോഴത്തെ ഭരണസമിതിക്കില്ല. അല്ലെങ്കിൽ ഈ ഭരണ തുടർച്ച വരുന്ന ഭരണസമിതി അല്ല, ഏതൊരു പദ്ധതിയാണെങ്കിലും ഇപ്പൊ ഞാൻ പറയണേ അങ്ങനെ പ്രശ്നമുള്ളത് എന്താ പറയണേ, എന്താ പറയണേ, പറയാനുള്ളത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറുന്ന പദ്ധതികൾ കൊണ്ടുവരിക, അത് ഫലപ്രദമായി യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ഭരണസമിതിയുടെയും കാഴ്ചപ്പാട്. എന്തായാലും അതിലേക്ക് മാത്രമേ നമുക്ക് ഒതുക്കേണ്ടത്. ചിലപ്പോൾ കാർഷിക മേഖലയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു, ഗ്രാമീണ റോഡുകളുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അത്തരത്തിലേക്കുള്ള ചർച്ചകൾ തീർച്ചയായും സമയം ഗ്രാമീണ റോഡുകൾക്ക് ഗ്രാമപഞ്ചായത്തിന്റെ ലഭ്യമായ ഫണ്ടുകൾ വെച്ചുകൊണ്ട് നമ്മൾ എല്ലാ വാർഡിനും തുല്യമായിട്ട് കൊടുക്കാറുണ്ട്. അതിൽ പറയാറുള്ള ഒരു കാര്യം, ഏത് പാർട്ടിയോടായാലും പറയാനുള്ളത്, ഏത് റോഡാണോ മോശമായി കിടക്കുന്നത് പൂർത്തീകരിക്കാനുള്ള ഫണ്ടുകൾ കൊടുക്കുക എന്നുള്ളതാണ്. കാർഷിക മേഖലയിൽ നമുക്ക് ഇപ്പോൾ ഇത്ര ഹെക്ടർ ഉൽപാദനം നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കൊടകര ഗ്രാമപഞ്ചായത്തിൽ എന്താ പറയുക, മേജർ ഭാഗവും കർഷകരായിട്ടുള്ള ഒരു 13 പാടശേഖര സമിതികളുണ്ട്. അതിന് നമ്മൾ വന്നതിന് ശേഷം എല്ലാ ഇപ്പോൾ ചീപ്പുകൾ, തടയണകൾ, തോട് വൃത്തിയാക്കൽ അതൊരു മേജർ പ്രോജക്റ്റാണ്. നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ ലഭിക്കുന്ന CFC ഫണ്ടുകൾ അത് ഭൂരിഭാഗം ഉപയോഗിക്കുന്നത് ഈ മേഖലയിലുള്ള തോടുകളും കാനകൾ ഇതൊക്കെ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്ക് നെൽകൃഷിയിൽ നമുക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. 2,62,75,625 രൂപയാണ് നമ്മൾ നെൽകൃഷിക്ക് മാത്രമായിട്ട് വെച്ചിട്ടുള്ളത്. മറ്റ് വിളകൾക്ക് ഏകദേശം ആ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഇവിടെ ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ജാതി നശിച്ച, വാഴ നശിച്ചാലൊക്കെ റീഫണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഷുറൻസ് കൊടുക്കുന്ന ഒരു സംസ്ഥാന സർക്കാരുള്ള സ്ഥലമാണത്. ഈ മേഖല കൃത്യമായി പഠിക്കാതെ പറയുന്നത് ശരിയല്ലല്ലോ. ആ രീതിയിൽ വിളനാശം ഉണ്ടായാൽ, ഇപ്പൊ അതുപോലെ പന്നികൾ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അതിനൊക്കെ കൃത്യമായ ഉത്തരവുകൾ നൽകിക്കൊണ്ട് സപ്പോർട്ടിംഗ് സിസ്റ്റമായി നിൽക്കുന്ന സംസ്ഥാന സർക്കാർ, ഗ്രാമപഞ്ചായത്തിന്റെ കൃഷി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വളരെ നന്നായി ചെയ്യുന്നുണ്ട്. കൂടാതെ നമുക്ക് പൊലിമ, ഇപ്പോൾ പുതുക്കാട് MLA KK രാമചന്ദ്രൻ അവരുടെ പൊലിമ കൃഷിയിൽപ്പെടുന്ന ഒരു കുറച്ച് സൗകര്യങ്ങൾ കൂടി നമ്മുടെ ഇതിന് കിട്ടുന്നുണ്ട്, നമ്മുടെ പഞ്ചായത്തിൽ കിട്ടുന്നത്. കൊടകര ബ്ലോക്ക് ആയതുകൊണ്ട് അത്തരത്തിലൊരു സിസ്റ്റം നമുക്ക് ചാലക്കുടി മണ്ഡലത്തിൽ കണ്ടതായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. ഒരു മിനിറ്റ്, ഈ 2-3 ചോദ്യങ്ങൾ. കാരണം ഈ നേരത്തെ തൊഴിലുറപ്പ് പദ്ധതികളുടെ വീഴ്ച ചൂണ്ടിക്കാണിക്കേണ്ടത്, അതിന് എന്താണ്? എന്താ വെച്ചാൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമുക്കിപ്പോൾ പ്രീത്ത് മെമ്പർ വന്ന കാലം തൊട്ട് റോഡുകളുടെ കാര്യമാണ്. ഇപ്പോൾ 2 റോഡ് നമ്മൾ നിർമ്മാണത്തിന് വെച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി ഏതാ പദ്ധതി പറയൂ, ഏതാ പദ്ധതി? തൊഴിലുറപ്പ് ആരാ നടത്തണേ? കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രവർത്തനമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മാൻ പവർ, അതുപോലെ തന്നെ മെറ്റീരിയൽ വർക്ക്, ഈ 2 വെച്ചിട്ടാണ് നമുക്ക് വർക്ക് നടക്കുന്നത്. ഭൂമികളിലുള്ള പ്രവർത്തനങ്ങൾ വേറെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. റോഡുകളിലുള്ള മെറ്റീരിയൽ വർക്ക് അല്ലെങ്കിൽ മറ്റ് വർക്കുകൾ വേറെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ അനുപാതത്തിൽ വ്യത്യാസം വരുത്തിയത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം പണ്ടൊക്കെ നമ്മൾ കാനകൾ വെടിപ്പാക്കുമായിരുന്നു, കനാൽ വെടിപ്പാക്കുമായിരുന്നു. അപ്പോൾ ആവർത്തന സ്വഭാവമുള്ള വർക്കുകൾ ഏറ്റെടുക്കരുത് എന്ന നിർദ്ദേശം വന്നിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ്. പക്ഷെ നമുക്ക് ഈ പ്രളയത്തിൻ്റെ കാലത്ത് ഒരു 50 ദിവസം കൂടി കൊടുക്കാനായിട്ട് സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. അത് നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മെറ്റീരിയൽ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ആശയവിനിമയ പ്രശ്നം നിൽക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞു അതിൻ്റെ ടെൻഡർ നടക്കേണ്ടത്, അതായത് മെറ്റീരിയൽ കളക്ഷൻ നടക്കേണ്ടത് ഗ്രാമപഞ്ചായത്തുകളിലാണ്. അപ്പോൾ വെണ്ടറെ വിളിച്ചുകൊണ്ട് ഇതിൻ്റെ മറ്റ് പ്രൊസീജിയറൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഗ്രാമപഞ്ചായത്തിനാണ് അധികാരം.
പെട്ടെന്ന് തന്നെ കുറച്ച് ദിവസങ്ങൾ ഒരു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയാതിരുന്നപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് ഇതിൻ്റെ അധികാരം മാറ്റി. ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും ഇത് വളരെ സങ്കീർണമായ പ്രക്രിയയായി മാറിയതിൻ്റെ ഭാഗമായി വീണ്ടും തീരുമാനം വന്നു. ഇപ്പോൾ വീണ്ടും ഗ്രാമപഞ്ചായത്തിലേക്ക് തന്നെ വന്നു. ഇതിൻ്റെ ഇടയിൽ ഈ തീരുമാനങ്ങൾ വരുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിൻ്റെ ഇടയിൽ ഇതിന് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ലഭിക്കാത്തത് കൊണ്ട് അതും തന്നെയല്ല, തൊഴിലുറപ്പ് പദ്ധതിയിൽ വർക്ക് കഴിഞ്ഞാൽ നമുക്ക് മാസങ്ങളോളം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അതിന് ഫണ്ട് ലഭിക്കാം. അപ്പോൾ ആരും അഡ്വാൻസ് ചെയ്തെടുക്കാത്തൊരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. സാധാരണ ഒരു റോഡ് വർക്ക് എടുക്കുന്നത് പോലെ തൊഴിലുറപ്പിൻ്റെ വർക്കുകൾ വെണ്ടർമാരെടുക്കില്ല. മെറ്റീരിയൽ കളക്ഷനിൽ വ്യത്യാസമുണ്ട്, കുറേ സങ്കീർണതകളുണ്ട്. കാരണം ഫണ്ട് ലഭ്യമാവണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാലങ്ങളോളം കാത്തിരിക്കും. അതിൻ്റെ ഒരു ലാഗിങ് എല്ലാ ഗ്രാമപഞ്ചായത്തിലും ബാധിച്ചതുപോലെ അതെ, ലാഗിങ് ഒരു പ്രശ്നമാണ്. അപ്പൊ ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരോട് നമ്മളത് പറഞ്ഞ രാഷ്ട്രീയ വ്യത്യാസത്തിൽ എല്ലാ വാർഡുകളോടും എടുക്കാൻ പറഞ്ഞു. ഇന്ന് മുമ്പ് നമുക്ക് പത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പോയി കാണണം. ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലാണ്. ഇത് മറ്റു പല പഞ്ചായത്തുകളിലും പല ബ്ലോക്കുകളിലും വലിയ രീതിയിൽ വിജയകരമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. റോഡുകൾ, അവിടെ മറ്റേ എന്താ പറയുക, ടർഫുകൾ പോലും പണിതിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതി. നമുക്ക് ചോദിക്കാം. അത് കമ്മിറ്റിയുടെ അടക്കം ഞാൻ കാണിച്ചിട്ടുണ്ട്, ഫോട്ടോ അടക്കം പല വാർഡുകളിലും തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ചെയ്തു എന്ന് പറയുന്ന സമയത്ത് ഇപ്പോഴും ഈ സാങ്കേതികത്വം പറഞ്ഞിട്ടാണ് ഇപ്പോഴും ഇവിടെ കൊടകര പഞ്ചായത്തിൽ ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയാം. നമുക്കൊരു 10-16 റോഡുകൾ നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. പറയാൻ അനുവദിക്കണം. അതെ, ബോയ്സ് സ്കൂളിന്റെ ഡൈനിങ് ഹോള്, ഇത് കേൾക്ക്, ബോയ്സ് സ്കൂളിന്റെ ഡൈനിങ് ഹോൾ, അടുക്കള, അത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ചെയ്തതാണ്. ഇപ്പൊ ഞാൻ പറയണതേ, ഇത് ഇവർ കാണാതെ വെറുതെ അടച്ചാക്ഷേപിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായിട്ട് ഗ്രാമപഞ്ചായത്തിൽ ലഭ്യമാവുന്ന ഫണ്ടിനേക്കാൾ അധികം നമുക്ക് ആസ്തികൾ ഉണ്ടാക്കാനായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ വർക്കുകൾ ഇവിടെ നന്നായി ഏറ്റെടുക്കുന്നതാണ്. കേരളം ഒരു ഫണ്ട് പോലും ലാപ്സാക്കാത്ത സ്റ്റേറ്റ് ആണ് NREGയില്. ആക്ഷേപം ഉന്നയിച്ചിട്ട് കാര്യമില്ല. വരൾച്ചയുടെ ഒരു കാലം കൂടിയായതുകൊണ്ട് നേരത്തെ ഒരു കുടിവെള്ള ക്ഷാമത്തിന്റെ കാര്യം പറയുന്നു. അതിൽ കൃത്യമായ ഒരു പദ്ധതികൾ കൊണ്ടുവന്നില്ല എന്നുള്ളൊരു ആക്ഷേപം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പൊ നാടുകുന്ന പ്രദേശം, അതുപോലെ തന്നെ പുൽപ്പാറക്കുന്ന് പ്രദേശമാണ് കുടിവെള്ളം ലഭ്യമാവാത്ത 2 പ്രദേശങ്ങൾ. കുടിവെള്ള പദ്ധതിക്ക് നമുക്കിപ്പോൾ പുലിപ്പാറക്കുന്ന് പ്രദേശത്താണ് നമുക്ക് ഇത്തിരി ഷോർട്ടേജ് വരാനുള്ള സാധ്യത. അവിടെ ഒരു വലിയ ടാങ്കാണുള്ളത്. അപ്പോൾ നമുക്കത് ആറ്റപ്പള്ളി കടവിൽ നിന്നോ അതുപോലെ തന്നെ കൊടകരയിലെ വലിയ ടാങ്കിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്ന സിസ്റ്റമാണ്. പിന്നെ നമ്മുടെ ഇവിടെ മൃഗാശുപത്രിയുടെ തൊട്ടപ്പുറത്തുള്ള കുളത്തിൽ നിന്നാണ് അവിടേക്കൊക്കെ വെള്ളം പോകുന്നത്. അപ്പോൾ അവിടെ ചില സമയത്ത് ടോട്ടലി അത് കൊടകര ഗ്രാമപഞ്ചായത്തിന് വ്യത്യാസമൊന്നുമില്ല. ഭൂമിക്കടിയിലെ വാട്ടർ ലെവൽ താഴുമ്പോൾ അതൊരു പഞ്ചായത്ത് മാത്രം ഫേസ് ചെയ്യുന്ന പ്രശ്നമില്ല, ആഗോളപരമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ്. അതിൽ ഭൂമിക്കടിയിലെ വെള്ളത്തിൻ്റെ ലെവൽ താഴുമ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളക്ഷാമം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഫെബ്രുവരി മാസത്തിൽ തന്നെ ഇതിൻ്റെ ടെൻഡർ വിളിച്ച് കുടിവെള്ളം എത്തിക്കാനുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. എത്ര വാർഡുകളിൽ കുടിവെള്ളം വേണമെന്ന് ഇവിടെ ഭരണസമിതിയിൽ ചോദിച്ചപ്പോൾ ഇപ്പം ആവശ്യമില്ല, ആവശ്യം വന്നാൽ പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശാശ്വതമായ പരിഹാരം ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ് പറയാൻ അനുവദിക്കൂ പ്ലീസ്. ഞാൻ പറയണത് പ്രജിത്ത് മെമ്പറുടെ വാർഡിൽ കുളമ്പണി ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയണേ 2 വർഷമായിട്ട് പഞ്ചായത്ത് നവീകരിച്ചിട്ടുള്ള പറയട്ടെ 9 കുളങ്ങൾ എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ട? ഒരാൾ പൈപ്പ് ലൈൻ വലിച്ചിട്ടു. ആ 2 പ്രോജക്റ്റുകളായിട്ട് മറുപടി ആവശ്യമില്ലാത്ത ചർച്ചയല്ലേ? മറുപടി ആവശ്യമില്ലല്ലോ. പല സ്ഥലങ്ങളിലും വാട്ടർ ടാങ്കിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. കൊടകര പഞ്ചായത്തിൽ അതിന് കല്ലിടാൻ പറ്റിയിട്ടില്ല. ജലജീവന്റെ പൈപ്പ് വെറുതെ വെച്ചിട്ട് കാര്യമില്ല. അതിന് സ്ഥലം കൊണ്ട് പഞ്ചായത്ത് കൊടുത്തിട്ടില്ല. അല്ല, അത് പറഞ്ഞ ശരിയല്ല. എനിക്ക് മറുപടി അതെ ഇയാളോട് നിർത്താൻ പറയോ? നിർത്താൻ പറയോ? ഞാൻ മറുപടി പറയാം. പറയണ്ടേ? നിങ്ങൾ 2 പേരും പറഞ്ഞാൽ മറുപടി പറയണ്ടേ? എനിക്ക് മറുപടി പറയണ്ടേ? ഞാൻ പറയണേ, ശാശ്വതമായ പരിഹാരം ഹിൽ ഏരിയയിലാണെങ്കിൽ ശാശ്വതമായ പരിഹാരം കിണർ കൊണ്ട് നടക്കില്ല. ചിലപ്പോൾ ഭൂഗർഭജലവും കിട്ടാൻ സാധ്യതയില്ല. അപ്പം നമ്മൾ റെമഡി മെഷേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഇങ്ങനെ എന്താ പറയുക, പാരലായിട്ട് വെള്ളം കൊടുത്ത് പോകേണ്ടി വരും, അല്ലെങ്കിൽ വാട്ടർ ടാങ്കിന് എന്തെങ്കിലും അങ്ങനെ ആ രീതിയിൽ. അതാണ് എൻ്റെ മുന്നിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു പ്രവൃത്തി പരിചയം വെച്ചിട്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യം.
അത് ചെയ്യാൻ കഴിയാത്ത 2 മേഖലകളാണ് പുലിപ്പാറക്കുന്ന് പ്രദേശം. നമ്മൾ ഭൂഗർഭജലം ലഭ്യമാവുന്ന പ്രോജക്റ്റ് വെച്ചിരുന്നു, അവിടെ ഫീസിബിലിറ്റി ഇല്ല, നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ നാടുകുന്ന് ഏരിയ നമ്മൾ ജൽജീവൻ മിഷന് തയ്യാറാക്കിയത്, സ്ഥലം നമ്മൾ പഞ്ചായത്ത് NOC കൊടുത്ത് അത് എടുക്കാനായിട്ട് അനുവാദം കൊടുത്തിട്ടുണ്ട്. അത് പണിയാൻ വന്നപ്പോൾ കുറച്ച് തടസ്സങ്ങളുണ്ടായി എന്നുള്ളത് ശരിയാണ്. നമ്മൾ അവരെ വീണ്ടും വിളിച്ചിട്ട് ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്, നമുക്ക് സംസാരിക്കാം. പക്ഷേ ജലജീവൻ മിഷൻ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൂടി ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അതിനൊരു തടസ്സം നമ്മൾ ഇതുവരെ ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല. അതിൻ്റെ ഭാഗമായി അപാകതകളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. റോഡുകൾ കീറി മുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ പലരും കോൺട്രാക്ടേഴ്സ് വിഡ്രോ ചെയ്യുന്നുണ്ട് അതിൽ നിന്ന്. ആ രീതിയിൽ വിഡ്രോവലിൽ നിൽക്കുന്ന ഒരു പ്രോജക്റ്റാണത്. ഇതിൽ ആര് പ്രയാസമുണ്ടാക്കി എന്നുള്ളതല്ല, ഏത് പാർട്ടി പ്രയാസമുണ്ടാക്കി എന്നുള്ളതല്ല, ഭരിക്കുന്ന അങ്ങനെയല്ല ഇതിലെ വിഷയം. അവിടെ ഒരു ടാങ്ക് വന്നാൽ അവിടെ കളിക്കാനുള്ള ചെറിയൊരു പൊതു ഇടം നഷ്ടമാവുമെന്നുള്ള കാര്യം അവരത് നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ ഒരു ആവശ്യം, അവർക്കൊരു ബദൽ സംവിധാനം ഉണ്ടാക്കി കൊടുത്തിട്ട് പ്രസിഡന്റ് അവിടെ ടാങ്ക് പണിയാം. അത് നമ്മൾ പരിഗണനയിൽ എടുത്തിട്ടുണ്ട്, നമ്മളത് ആലോചിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ വർഷം ചിലപ്പോൾ നടന്നു എന്ന് വരില്ല. അപ്പോൾ ഞാൻ പിന്നെ പറയുന്നത്, ഇതിന് നമുക്ക് ഒരു ഗൗരവകരമായൊരു വിഷയം വരുമ്പോൾ പരിഹരിക്കാനുള്ള മെഷേഴ്സ് എടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ശാശ്വതമായി ഈ നാടുകുന്ന് പ്രദേശത്ത് കിണർ കുത്തി വെള്ളം കൊടുക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഉയർന്ന പ്രദേശമാണ്. പുലിപ്പാറക്കുന്നിലും കിണറുകളിൽ വെള്ളം ലഭ്യമല്ല. ചില അപൂർവം കിണറുകളിൽ വെള്ളം ലഭ്യമാവും. അതിനെ ഇങ്ങനെ കാണരുത്. അതിൽ അല്പം കൂടി ശാസ്ത്രബോധത്തോടു കൂടി കാണേണ്ട കാര്യങ്ങളാണ്. ഭൂമിശാസ്ത്രപരമായ ലഭ്യതയും ദൗർലഭ്യവും ഒക്കെ. സമയം കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇനിയും കൊടകരയെ സംബന്ധിച്ച് പറയാൻ ഒത്തിരി ഉണ്ട്. കാരണം ഈ ഒരു സമയപരിമിതിക്കുള്ളിൽ തീരുന്ന ചർച്ചകളോ നേട്ടങ്ങളോ കോട്ടങ്ങളോ ഒന്നുമല്ല പഞ്ചായത്തിനെ സംബന്ധിച്ച്. പ്രസിഡന്റ് അടക്കമുള്ളവർ തന്നെ തങ്ങളുടെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഇതുവരെ കൊടകര പഞ്ചായത്തിനെ മുന്നോട്ട് നയിക്കാൻ സാധിച്ചു എന്ന് അവകാശപ്പെടുമ്പോൾ ചില പോരായ്മകൾ പഞ്ചായത്ത് അംഗങ്ങളും ചൂണ്ടിക്കാണിക്കുക. എന്തായാലും ഈ ഒരു സമയം നമ്മോടൊപ്പം സഹകരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അമ്പിളി സോമൻ, ഒപ്പം തന്നെ പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീമതി പ്രനില ഗിരീശൻ, ഒപ്പം തന്നെ TV പ്രജിത്ത് എന്നിവരുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ചർച്ചയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.